ഹലോ. സാറും സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമസ്കാരം. നമസ്കാരം. കേരള ഹെൽത്ത് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിന്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ആക്ച്വലി ഇത് ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം 4th ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ അന്നത്തെ സമയക്കുറവ് കൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് മാറ്റിയത്. കാരണം സോൾ പ്രൊജക്ട് റൂളിന്റെ ഡീറ്റെയിൽ ആയി സംസാരിച്ചു വന്നപ്പോൾ തന്നെ ടൈം എടുത്തു. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഇന്ന് വരുന്നത്. വളരെ അപ്ഡേറ്റഡ് ആയ ആവശ്യമുള്ള ഒരു ക്ലാസ്സാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സബ്ജക്ട് എന്തോ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ഒരു ന്യൂസ് കേൾക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. എന്തായാലും ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന അബ്ദുൽ സാറിന് വളരെ സന്തോഷമുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം സാറിന്റെ കഴിഞ്ഞ ക്ലാസ് വളരെ മനോഹരമായൊരു രസകരമായ കണ്ടമാന ഫീഡ്ബാക്ക് അവർക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇന്നും സാറിന്റെ ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും നമ്മുടെ വർഗീസ് സാർ പ്രസിഡന്റ് ഇന്ന് പേഴ്സണലായി കിട്ടിയിട്ട് തിരക്ക് കാരണം ഇത് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ ജില്ലാ കമ്മിറ്റികളും ഉൾപ്പെടെ കുറച്ച് നമ്മുടെ എംഒസും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ മറ്റു പല ജില്ലകളിൽ നിന്നും വിവിധ കാറ്റഗറിയിലുള്ളവർ ജോയിൻ ചെയ്യുന്നു മനസ്സിലാക്കുന്നു. ഫാർമസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല. അബ്ദുൽ സാറിന്റെ ക്ലാസ് എടുക്കാനൊക്കെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് വളരെ അടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് നമുക്കുള്ളത്. കണ്ടംനേഷൻ പ്രോസസ്. നമുക്കറിയാം, ആരോഗ്യ വകുപ്പിലെ മിനിസ്റ്റീരിയൽ വിഭാഗം, സ്റ്റോറിലെ ഉദ്യോഗസ്ഥർ, അതേപോലെ മെഡിക്കൽ ഓഫീസർമാർ ഒരേപോലെ ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് സ്റ്റോറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് സ്റ്റോർ വിഭാഗത്തിനും ഓഫീസിനും ആണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഒന്ന് വളരെ ബ്രീഫായിട്ട് പ്രായോഗിക തലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ക്ലാസിൻ്റെ അവസാനത്തിൽ ഓരോരുത്തർക്കും വരുന്ന സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എൻ്റെ വോയിസ് എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹലോ. നമ്മൾ ഈ ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സംവിധാനം പോലെ KHMS എറണാകുളം ജില്ലാ കമ്മിറ്റി 5 തവണയായി ഇപ്പോൾ ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് പ്രത്യേകിച്ചും അവഗാഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു നടപടി വളരെ വളരെ നല്ലതാണെന്ന് ഞാൻ പ്രാഥമികമായി അഭിപ്രായപ്പെടുന്നു. എന്നാൽ കഴിയുന്ന ടിപ്പുകൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എപ്പോഴും നിങ്ങളോടൊപ്പം വരുന്നതാണെന്ന് അറിയിക്കുന്നുണ്ട്. ഒരു കവി പറഞ്ഞ കൂട്ട്, ദിലേനാദാൻ തുജെ ഹവാ ക്യാ ഹെ, ദിലേനാദാൻ തുജെ ഹവാ ക്യാ ഹെ, ആഹിർസ് ദർദ് കി ദവാ ക്യാ ഹെ. ദിലനാദാൻ തുജെ ഹവാ ക്യാ ഹെ. അജ്ഞതയുള്ള ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ആഹിർസ് ദർദ് കി ദവാ ക്യാ ഹെ. അവസാനം അതിനുള്ള മരുന്നെന്താണ്? ഒരു കവി മിർസ ഗാലിബ് ചോദിച്ച ചോദ്യമാണ്. അത് ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ള സമയത്ത് അദ്ദേഹം ഒരു 75 വർഷം മുമ്പേ എഴുതിയ ഒരു പോയട്രിയാണ്. ദിലനാദാൻ തുജെ ഹവാ ക്യാ ഹെ, ആഹിർസ് ദർദ് കി ദവാ ക്യാ ഹെ. മൈം ബി മുൻഹ് മേം സബാൻ രഖ്താ ഹൂം, മൈം ബി മുൻഹ് മേം സബാൻ രഖ്താ ഹൂം, കാശ് പോച്ചോ തോ മുദ്ദ ക്യാ ഹെ. എൻ്റെ താടിയല്ലുകൾക്ക് ഇടയിൽ നാക്കിനെ സൂക്ഷിച്ചിരിക്കുന്നു,
അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നന്നായിരുന്നു. അപ്പൊ ചോദിക്കുക, പറയുക, പഠിക്കുക എന്നുള്ള ഒരു സൂചനയിലേക്ക് KSMSA ഈ ഒരു ഉദ്യമത്തിന് വളർന്നതിൽ ആ ഒരു പതിവ് കൊണ്ടുവന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ സ്റ്റോറുകളിൽ ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ ഒരു സമയത്ത് കേടാവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് പീരീഡ് തീരുകയോ ചെയ്താൽ അത് ഒരുപാട് സ്ഥലം കവരുന്നതും അതേപോലെ തന്നെ വൃത്തികേടാക്കുന്നതിനും പരിസരങ്ങൾ മറ്റെന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റോ കൂടുന്നതിനോ ഒക്കെ കാരണമാവാറുണ്ട് കൂട്ടിയിട്ട സാധനങ്ങൾ. ഈ കൂട്ടിയിട്ട സാധനങ്ങൾ ഒരു വേള നമുക്ക് അസൗകര്യങ്ങൾ വരുമ്പോൾ മാറ്റിവെക്കുകയും സൗകര്യം വരുമ്പോൾ പിന്നീട് നന്നാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് HER യൂണിറ്റ്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് റിപ്പയറിംഗ് യൂണിറ്റ് ഉണ്ട്. അവർ വന്ന് കുറേയൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗപ്രദമാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഉപയോഗരഹിതമായതും പഴഞ്ചനാവുകയും അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയോ അതല്ലെങ്കിൽ വേണ്ടത്ര അതിന് കർമ്മശേഷി ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ ആ സാമഗ്രികളെ ഒഴിവാക്കുന്ന പ്രവർത്തനത്തെയാണ് കണ്ടംനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടംനേഷൻ നീണ്ടുപോകുന്നത് ഒരു കണ്ടാമിനേഷൻ ആവും എന്നാണ്. അതെന്നുവെച്ചാൽ ഒരു തരത്തിൽ മാലിന്യം അത് പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് സമയത്തേക്ക് അതിനെ കെട്ടിവെച്ച് അല്ലെങ്കിൽ മാറ്റി വെച്ചിരുന്നാൽ ആ നമ്മൾ ഉപയോഗിച്ചിരുന്ന വൈദ്യസഹായത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ നിന്നും മറ്റു പല കണ്ടാമിനേഷൻസും വരാൻ സാധ്യതയുള്ളത് കൊണ്ടും ആയതെടുത്ത് കളയേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോർ പർച്ചേസിന്റെ കാര്യം പറഞ്ഞു. ഇത് സ്റ്റോറുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. സ്റ്റോർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓൾ മെറ്റീരിയൽസ് അതർ ദാൻ ഡോക്യുമെന്റ് ആൻഡ് ഡയറ്ററി ഐറ്റംസ്. രേഖകളും അതേപോലെ ഡയറ്ററി ഐറ്റംസും ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഈ സ്റ്റോറിന്റെ അർത്ഥത്തിൽ വരും. ഈ സ്റ്റോറിന്റെ അർത്ഥത്തിൽ നമ്മൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഒരു 3 ക്ലാസ് കിട്ടിയാൽ തന്നെ ഇതിന്റെ 4 പോലും വിവരിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് ഈ ടോപ്പിക് ഗഹനമാണ്. സംശയം സ്വാഭാവികമാണ്. ആ സംശയങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുകയോ അതല്ലെങ്കിൽ KMSCL മുഖേന സപ്ലൈ കിട്ടുകയോ FW സ്റ്റോർ മുഖേന സപ്ലൈ കിട്ടുകയോ ചെയ്താൽ നമ്മുടെ ആശുപത്രിയിൽ അത് സ്റ്റോക്കിലെടുക്കുകയും എൻഡ് യൂസർക്ക് അത് കൈമാറുകയും ചെയ്യും. എൻഡ് യൂസർക്ക് കൈമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന പദവി സ്റ്റോറിൽ നിന്നും മാറി ആ എൻഡ് യൂസറിലേക്ക് മാറും. ഈ എൻഡ് യൂസറുടെ ഒരു റിപ്പോർട്ടിന്റെ ബേസിലാണ് കണ്ടംനേഷൻ പ്രോസസ് തന്നെ തുടങ്ങുന്നത്. ഒരു ഉപകരണം കേടായി എന്ന് അദ്ദേഹം എഴുതി തന്നാൽ നമ്മളത് റിപ്പയർ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണം. റിപ്പയർ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് ഉപയോഗപ്രദമാക്കുകയും അല്ല എങ്കിൽ റിപ്പയർ ലാഭകരമല്ല, ബിയോണ്ട് എക്കണോമിക്കൽ റിപ്പയർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് കണ്ടംനേഷനിലേക്ക് വിടുകയും ചെയ്യണം. ഈ ICMRന്റെ ഈ കണ്ടംനേഷൻ പ്രോസസ്സ് തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഉപയോഗരഹിതമായാൽ അതിനെ ക്വാറന്റൈനിലേക്ക് വിടണം എന്നാണ്. ക്വാറന്റൈനിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പൊ ഐസൊലേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് അത് കളയുന്ന പ്രോസസ്സിനെ കണ്ടംനേഷൻ എന്ന് ചുരുക്കി വിവക്ഷിക്കാം. കണ്ടംനേഷൻ നമ്മൾ ഓരോ ആശുപത്രിയിലും ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ വളരെ ലളിതമായ ഒരു പ്രോസസ്സ് GOMS 63/2013 ഡേറ്റഡ് 23/2/2013 GOMS 63/2013 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 23/2/2013 പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം ഇത് വളരെ ലളിതമാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും എല്ലാ ആശുപത്രികളിലും അതല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഇത്തരം സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത്
ഒരു പരിധിവരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ 2 തരത്തിൽ നമുക്ക് കണ്ടംനേഷൻ ചെയ്യാം. ഒന്ന്, നമുക്ക് ബുക്ക് വാല്യൂ അടിസ്ഥാനമാക്കിയിട്ട്. ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ആ സാധനം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കൊട്ടേഷനോ ടെൻഡറോ മുഖേന വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിലയോ, അതല്ല എങ്കിൽ അത്തരമൊരു സാധനം നമ്മൾ ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ വാങ്ങുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന തുകയോ ആണ് ബുക്ക് വാല്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ബുക്ക് വാല്യൂ ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ ചെലവ് വരുന്ന തുകയെ നമുക്ക് ബുക്ക് വാല്യൂവിന്റെ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് കണ്ടംനേഷൻ ചെയ്യാം. അതൊരു രീതി. മറ്റൊരു രീതി, ഒരു സാധനത്തിന്റെ ലൈഫ് പീരീഡ് കഴിഞ്ഞു പോയത് കൊണ്ട് അതിനെ എന്ത് ചെയ്യാം? കണ്ടംനേഷൻ നടത്താം. ലൈഫ് പീരീഡ് കഴിഞ്ഞ് 5 വർഷം 10 വർഷം എന്നൊക്കെ ഓരോ സാധനത്തിനും ലൈഫ് പീരീഡ് നിശ്ചയിച്ചുകൊണ്ട് അതാത് കാലഘട്ടത്തിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. ലൈഫ് പീരീഡ് കഴിഞ്ഞിട്ട് ഒരു സാധനം അതല്ലെങ്കിൽ ഒരു ഉപകരണം നന്നായി ഫങ്ഷനിങ് ആണെങ്കിൽ ആയത് കണ്ടം ചെയ്യേണ്ട കാര്യമില്ല. കണ്ടം ചെയ്യേണ്ട കാര്യം വരുന്നത് പ്രവർത്തനക്ഷമമല്ലാതിരിക്കുമ്പോൾ മാത്രമാണ്. ഐഡിലാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് കണ്ടം ചെയ്യാൻ പറ്റില്ല. ബന്ധപ്പെട്ട ടെക്നീഷ്യൻ ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കപ്പെടാത്ത സാധനം ആണെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് ഉപയോഗപ്രദമാക്കാം. അപ്പോൾ പ്രവർത്തനരഹിതമാവുകയും റിപ്പയർ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കണ്ടംനേഷൻ പ്രവർത്തനക്ഷമമാക്കേണ്ടത്. ആ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ആദ്യമായി നമ്മളിലേക്ക് ഉപകരണം വരുന്ന വഴി നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, 2 തരത്തിലാണ്. ഒന്ന്, നമുക്ക് വരുന്നത് ഒരു കൺസൈൻമെന്റ് മുഖേന. കൺസൈൻമെന്റ് മീൻസ് ഷിപ്പിംഗ് മുഖേനയോ ലോറി റെസിപ്റ്റ് മുഖേനയോ അതല്ലെങ്കിൽ FW സ്റ്റോറിന്നോ അതല്ലെങ്കിൽ KMSCL നമ്മുടെ പഠിക്കൽ അഥവാ ഡോർ ഡെലിവറി ആയിട്ട് കിട്ടിയ സാധനം നമ്മളെടുത്ത് കിട്ടുന്നത് തൊട്ട് ഈ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതില് ആദ്യമായിട്ട് വരുന്ന കൺസൈൻമെന്റ് ബില്ല്, ഇഷ്യൂ നോട്ട്, അതല്ലെങ്കിൽ ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ കൈകളിൽ കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മെയിൻ സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യും. സാധനം കിട്ടിക്കഴിഞ്ഞ് മെയിൻ സ്റ്റോക്കിലേക്ക് നമ്മൾ അതിനെ എൻട്രി ചെയ്യുന്നു. മെയിൻ സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻഡ് യൂസർ അതല്ലേ ബന്ധപ്പെട്ട ടെക്നീഷ്യനിലേക്ക് നമ്മൾ കൈമാറുന്നു. അത് അപ്പോൾ സബ് സ്റ്റോക്കിലേക്ക് എഴുതിയിട്ട് മെയിൻ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കൺസൈൻമെന്റ് റിസീവ് ചെയ്യുന്നു. രണ്ടാമത്തത് മെയിൻ സ്റ്റോക്കിലേക്ക് നമ്മൾ എടുക്കുന്നു. മെയിൻ സ്റ്റോക്കിൽ നിന്നും നമ്മൾ ഈ ഉപകരണം ബന്ധപ്പെട്ട ടെക്നീഷ്യന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് കൈമാറുന്നു. അപ്പോഴത് സബ് സ്റ്റോക്കിലേക്ക് പോകുന്നു. ഈ സബ് സ്റ്റോക്ക് മുതൽക്കാണ് ശരിക്കും കണ്ടംനേഷന്റെ പരിപാടി ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ കസ്റ്റോഡിയനായ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ടെക്നീഷ്യനായ അദ്ദേഹം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബിയോണ്ട് റിപ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് അൺസർവീസബിൾ എന്നുള്ള രജിസ്റ്ററിലേക്ക് അതിനെ എഴുതി വെക്കണം. ലൈഫ് പീരീഡ് നോക്കിയിട്ട് രജിസ്റ്റർ ഓഫ് അൺസർവീസബിൾ, ഇത് സർവീസ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന കുറിപ്പ് സ്റ്റോക്ക് ബുക്കിൽ എഴുതിയിട്ട് അതിനെ മാറ്റിയിടണം. അതും അല്ലെങ്കിൽ വീണ് ഉടഞ്ഞു പോയതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്സുകൾ വീണു പോയതോ ആണെങ്കിൽ അതിനെ ബ്രേക്കേജ് രജിസ്റ്ററിലേക്ക് എഴുതണം. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയുന്നു, കൺസൈൻമെന്റ്, മെയിൻ സ്റ്റോക്ക്, സബ് സ്റ്റോക്ക്, ബ്രേക്കേജ് രജിസ്റ്റർ, അതല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് അൺസർവീസബിൾ. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ വരുന്നു. രജിസ്റ്റർ ഈ പറയപ്പെട്ട അൺസർവീസബിൾ രജിസ്റ്ററിലേക്കും ബ്രേക്കേജ് രജിസ്റ്ററിലേക്കും നോക്കുമ്പോൾ അതിന്റെ അവസ്ഥ വ്യക്തമായി റിമാർക്ക് കോളത്തിൽ എഴുതിയിരിക്കണം. ഇതിന്റെ ഇപ്പൊ ഗ്ലാസ് ടംബ്ലർ, ലാബ് ടെക്നീഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മിക്കവാറും ഗ്ലാസിന്റെ ഐറ്റംസ് ആയിരിക്കും. അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗരഹിതമാണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ബ്രേക്കേജ് രജിസ്റ്ററിലേക്ക് എഴുതിയിടണം. ബ്രേക്കേജ് ഒരു ഉദ്യോഗസ്ഥന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ അതിന്റെ വില ഈടാക്കണം.
ബ്രേക്കേജ് സ്വാഭാവികമായി സംഭവിച്ചതാണെങ്കിൽ സ്വന്തം പ്രവർത്തനം കൊണ്ടല്ല എങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. ഇനി ഇത്തരത്തിൽ സാമഗ്രികൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സർവേ റിപ്പോർട്ട്, ഈ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 21 അനുസരിച്ച് KFC ഫോം 21 നമ്മൾ തയ്യാറാക്കണം. KFC 21 അതിന്റെ സർവേ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് KFC 21 നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്? സ്റ്റോർ കസ്റ്റോഡിയൻ ഓർ എൻഡ് യൂസർ, ഉപകരണം ഉപയോഗിക്കുന്ന ആള് എന്ന് വെച്ചാൽ സബ് സ്റ്റോക്ക് കസ്റ്റോഡിയൻ ആണ് ഇത് ചെയ്യേണ്ടത്. സബ് സ്റ്റോക്ക് കസ്റ്റോഡിയൻ. മെയിൻ സ്റ്റോക്ക് മിക്കവാറും സ്റ്റോർ സൂപ്രണ്ടിന്റെ അടുത്തോ അതല്ലേ PSKയുടെ അടുത്തായിരിക്കും, അതല്ലേ ഫാർമസിന്റെ അടുത്തായിരിക്കും. മനസ്സിലായോ? ഹലോ. അപ്പൊ ഈ കസ്റ്റോഡിയൻ ആണ് ഫോം 21 പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫോം 21 നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ സീരിയൽ നമ്പർ, പിന്നെ നമ്പർ ഓർ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണെന്ന്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആർട്ടിക്കിൾ എന്താണ് സാധനം എന്നുള്ളത് എഴുതണം. പിന്നെ വാല്യൂ ഓൺ ദി ബുക്സ്, ബുക്കിലുള്ള വാല്യൂ, അത് ഓരോന്നിന്റെ റേറ്റും ഓരോന്നിന്റെ എമൗണ്ടും ആയിട്ട് എഴുതണം. പിന്നെ അസസ്ഡ് വാല്യൂ വിത്ത് റെഫറൻസ് ടു ദി കണ്ടീഷൻ ഓഫ് ആർട്ടിക്കിൾ ആൻഡ് ദി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അസസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു സെക്ഷൻ അപ്പാരറ്റസ് ബിയോണ്ട് എക്കണോമിക്കൽ റിപ്പയർ ആണെന്ന് HER യൂണിറ്റ് അതല്ലെങ്കിൽ ബന്ധപ്പെട്ട കമ്പനിയുടെ ടെക്നീഷ്യൻ വന്ന് എഴുതിയിട്ട് ഒന്നുകിൽ പുതിയത് ലഭ്യമാക്കാം എന്ന് പറയുകയും ആ പുതിയതിനുള്ള നടപടി സ്റ്റോറിൽ ഓഫീസിൽ നടക്കുകയും ഈ സാധനം കണ്ടം ചെയ്യേണ്ട ബാധ്യത ഒരേ സമയത്ത് എറേസ് ചെയ്യും. അപ്പൊ ഈ മാറ്റിവെച്ച ഉപകരണം, കേടുവന്നിട്ട് മാറ്റിയ ഉപകരണത്തിന് അസസ്ഡ് വാല്യൂ കണ്ടെത്തിയിട്ടാണ് സർവേ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അസസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ മേശപ്പുറത്തുള്ള ഈ ഒരു സാധനം ഇതൊരു സ്പ്രേയുടെ ബോട്ടിലാണ്. ഇതൊരു ആക്രിക്കാരൻ എടുത്താൽ ഇതിന് എത്ര പൈസ കിട്ടും എന്ന് മനസ്സിലാക്കുന്ന വിലയാണ് അസസ്ഡ് വാല്യൂ. ഈ സാധനം തീർന്നിട്ട് ഇത് കളയുമ്പോൾ ആക്രി എടുക്കുന്ന ആൾ അതല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ ഇതിന്റെ വേസ്റ്റ് ആയ അല്ലെങ്കിൽ പഴകിയ സാധനങ്ങൾ എടുക്കുന്ന ഒരാൾ പറയുന്ന വിലയാണ് അസസ്ഡ് വാല്യൂ. ആ അസസ്ഡ് വാല്യൂ എഴുതിയിരിക്കണം. പിന്നെ ഡേറ്റ് ഓഫ് റെസിപ്റ്റ്, എന്നാണ് ഈ സബ് സ്റ്റോക്കിൽ നമ്മൾ ഈ സാധനം റിസീവ് ചെയ്തത്. പിന്നെ മറ്റൊന്ന് റിമാർക്ക് ഓഫ് ദി സബോർഡിനേറ്റ് ഇൻചാർജ് കസ്റ്റോഡിയൻ ആയിരിക്കുന്ന ആളുടെ റിമാർക്ക് വേണം. ഈ സാധനം ഇവിടെ സപ്ലൈ ചെയ്തിട്ട് 4 കൊല്ലത്തിൽ കൂടുതലായി അതിന്റെ പ്രോബ് അതല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് കേടായത് കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, മാർക്കറ്റിൽ പുതിയ സ്പെയർ പാർട്സ് കിട്ടാത്തത് കൊണ്ട് ഇനി കണ്ടം ചെയ്ത് ഒഴിവാക്കുന്നതാണ്, റിപ്പയർ ചെയ്യുന്ന നഷ്ടമാണെന്നൊക്കെ അവിടെ എഴുതിക്കണം. പിന്നെ റിമാർക്ക് ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദി കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ കണ്ടംനേഷൻ കമ്മിറ്റിയുടെ റിമാർക്ക് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ KFC 21 ഈ ഫോറം പ്രിപ്പയർ ചെയ്തിട്ടാണ് കണ്ടംനേഷൻ പരിപാടിയിലേക്ക് നമ്മൾ വരേണ്ടത്. അപ്പൊ ഫോം 21 KFCയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടംനേഷൻ മീറ്റിംഗ് ചേർണം. കണ്ടംനേഷൻ മീറ്റിംഗ് നേരത്തെ പറഞ്ഞ ജിയോയിൽ 63/2013 പറഞ്ഞ അഥവാ 23/2/2013 ഇറങ്ങിയ ലേറ്റസ്റ്റ് ഗവൺമെന്റ് ഉത്തരവിലെ പറഞ്ഞ അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി ഇതെന്ത് ചെയ്യണം? മീറ്റിംഗ് കൂടിയിട്ട് കണ്ടംനേഷൻ പ്രോസസ്സിലേക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങണം. അപ്പൊ കണ്ടംനേഷൻ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നിട്ട് ഇവിടെ ഈ താഴെ പറയുന്ന ഒരു 4 സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താണ്? സർട്ടിഫൈഡ് ദാറ്റ് ദി ആർട്ടിക്കിൾ മെൻഷൻഡ് ഇൻ ദി സർവേ റിപ്പോർട്ട് ഹാസ് ബിക്കം അൺസർവീസിയബിൾ. ഒന്നാണ് അൺസർവീസിയബിൾ, റിപ്പയർ നന്നല്ല അല്ലെങ്കിൽ ഗുണമല്ല. ആൻഡ് ഇറിപ്പയറബിളി ഡാമേജ് ഡ്യൂ ടു കോൺസ്റ്റന്റ് യൂസ്. സ്ഥിരമായ ഉപയോഗം കൊണ്ട് ഇത് കേടായിരിക്കുന്നു എന്നാണ് ആദ്യത്തെ വാചകം. സ്ഥിരമായ ഉപയോഗം കൊണ്ട് ഈ ഉപകരണം കേടായിരിക്കുന്നെന്ന് സർട്ടിഫൈ ചെയ്യണം കണ്ടംനേഷൻ കമ്മിറ്റി.
2, നോബഡി ഈസ് പേഴ്സണലി റെസ്പോൺസിബിൾ. ഒരാളുടെയും കുറ്റം കൊണ്ടല്ല ഇത് അൺസർവീസിബിൾ ആയത് എന്ന് എഴുതണം. 3, സർട്ടിഫൈഡ് ദാറ്റ് ദീസ് ഐറ്റംസ് കനോട്ട് ബി യൂസ്ഡ് ഇയർ ആഫ്റ്റർ. ഇനി മുതൽ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായിരിക്കുന്നു എന്ന് സർട്ടിഫൈ ചെയ്യണം. പിന്നെ അടുത്തത്, ദ ഐറ്റംസ് കനോട്ട് ബി പുട്ട് ഇൻ ടു റീയൂസ് ബൈ റിപ്പയർ അറ്റ് എ റീസണബിൾ കോസ്റ്റ്. ന്യായമായ ഒരു ചെലവിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ 4 പോയിന്റ് സർട്ടിഫിക്കറ്റ് കണ്ടംനേഷൻ കമ്മിറ്റി മീറ്റിംഗോട് കൂടെ എഴുതി ചേർത്തിട്ട് ആ കണ്ടംനേഷന്റെ സർവേ റിപ്പോർട്ടിന്റെ അടിയിൽ ആ കണ്ടംനേഷൻ കമ്മിറ്റിയിലുള്ള ഉദ്യോഗസ്ഥർ മൊത്തം ഒപ്പിടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കണ്ടംനേഷൻ റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് കണ്ടംനേഷൻ കമ്മിറ്റി മുഖേന വന്നു കഴിഞ്ഞാൽ ലിസ്റ്റുകൾ വായിച്ചു കഴിഞ്ഞിട്ട് ഇന്ന സാധനങ്ങൾ ഇന്ന തരത്തിൽ കേടായിരിക്കുന്നു, അതാരുടെയും കുറ്റം കൊണ്ടല്ല, അത് ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റാതായിരിക്കുന്നു, അതല്ലെങ്കിൽ ഇതിന്റെ കേട് വന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പോയത് ആരുടെയും ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, സ്വയം കാരണമാക്കി പൊട്ടിച്ചതല്ല എന്നിങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ട് കണ്ടംനേഷൻ മീറ്റിംഗിൽ ഇന്ന സാധനങ്ങൾ കണ്ടം ചെയ്യാം എന്ന് തീരുമാനിക്കും. ആ കാര്യം കണ്ടംനേഷൻ കമ്മിറ്റിയുടെ മിനിറ്റ്സ് എഴുതിയിട്ട് മാത്രമേ കണ്ടംനേഷന്റെ മറ്റു നടപടികളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. കണ്ടംനേഷൻ നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുമ്പേ ഈ സർട്ടിഫിക്കറ്റിലും മിനിറ്റ്സിലും ഈ പറയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പ് ശേഖരിച്ചിരിക്കണം. ഇനി കണ്ടംനേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓപ്ഷൻ ഓർ ടെൻഡർ. ഓപ്ഷൻ നടത്തുക, ടെൻഡർ നടത്തുക, കൊട്ടേഷൻ നടത്തുക. സാധാരണ സാധനങ്ങൾ നമ്മളെടുത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ പ്രൊസീജിയർ സ്റ്റോർ പർച്ചേസ് റൂളിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലുള്ള ടെൻഡർ ഓർ കൊട്ടേഷൻ, അതല്ലെങ്കിൽ ഓപ്ഷൻ. മിക്കവാറും സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ചെയ്യുന്ന ഒരു നടപടി ഓപ്ഷൻ കം കൊട്ടേഷൻ എന്ന് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യും. അത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്തത് കൊട്ടേഷൻ ആണെങ്കിൽ കൊട്ടേഷൻ പൊളിക്കുന്ന ആ ദിവസം ആ കൊട്ടേഷൻ 11 മണിക്ക് തുറക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ 11 മണിക്ക് കിട്ടിയ കൊട്ടേഷനിൽ എത്ര പേര് ഹാജരായാണ് അവരോടൊക്കെ അവിടെ ഹാജരായി ഇരിക്കാൻ പറയുകയും, നേരത്തെ നമ്മൾ സ്റ്റോർ പർച്ചേസിൽ കൊട്ടേഷൻ പൊളിച്ച പോലെ അത് തുറന്നിട്ട് അതിൻ്റെ അകത്തുള്ള റേറ്റ് നോക്കി നമ്മളത് പരസ്യപ്പെടുത്താതെ വെക്കുകയും, ആരെല്ലാം ലേലത്തിൽ പങ്കെടുക്കുന്നോ അത് ശരിക്കും ചെയ്യേണ്ടത് കൊട്ടേഷൻ സമർപ്പിച്ചവർ മാത്രം ലേലത്തിൽ പങ്കെടുക്കുന്ന സംവിധാനം ആക്കണം. കാരണം എന്താ, സുതാര്യതക്ക് നല്ലതാണ്. കൊട്ടേഷനിൽ 5 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 പേരെയും ലേലത്തിൽ പങ്കെടുപ്പിക്കുകയും ആ 5 പേര് ലേലത്തിൽ വിളിക്കുന്ന ഹയസ്റ്റ് ബിഡറും കൊട്ടേഷനിൽ പറഞ്ഞ ഹയസ്റ്റ് റേറ്റും അതിലേതാണ് കൂടുതൽ ആ കൂടുതലുള്ള റേറ്റിനാണ് ഓപ്ഷൻ നടത്തേണ്ടത്. ഓപ്ഷനും ടെൻഡറിനും 2 ആഴ്ചത്തെ ടൈം പീരീഡ് കൊടുക്കണം. സാധാരണ കൊട്ടേഷൻ നോട്ടീസ് പോലെ തന്നെ നോട്ടീസുകൾ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ നടപടികൾ പൂർത്തീകരിക്കേണ്ട ഓപ്പൺ ചെയ്യുന്ന ദിവസം ഹാജരായ കരാറുകാരുടെ അല്ലെങ്കിൽ ഇതെടുക്കാവുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അത് തുറന്നിട്ട് അതിനകത്തുള്ള റേറ്റ് പബ്ലിഷ് ചെയ്യാതെ നേരിട്ട് ലേലത്തിലേക്ക് അടക്കുകയും ലേലത്തിലും കൊട്ടേഷനിൽ ഏതാണോ കൂടുതൽ കിട്ടിയ ആ തുകയ്ക്ക് താൽക്കാലികമായി ഉറപ്പിക്കുകയും പിന്നീട് 2/3 ഭാഗം തുക അവരോട് അടപ്പിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ നടപടിയിലേക്ക് പോകേണ്ടത്. അത് സംശയം വരുന്നുണ്ടോ? ഹലോ, തിരിച്ചാലും എന്താ സാറേ കുഴപ്പം? തിരിച്ചാലും കുഴപ്പമില്ല, അത് രണ്ടും ചെയ്യാം. ആദ്യം ഞാൻ പറയട്ടെ, ആദ്യം ലേലം വിളിക്കും. ആദ്യം ലേലം വിളിക്കുന്നതിൽ പാർട്ടിസിപ്പൻസ് ഒരുപാട് ആവാലോ. അവര് മറ്റേ കോഷൻ ഡെപ്പോസിറ്റ് തന്നെ തന്നാ മതിയല്ലോ. മറ്റേ ടെൻഡർ ആണെങ്കിൽ അവര് മറ്റേ ടെൻഡർ ഫോമിന്റെ വില അടക്കണം. അങ്ങനെയുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ ഓപ്ഷൻ ചെയ്തത് എങ്ങനെയാ വെച്ചാല് മറ്റേ ഓപ്ഷൻ ആദ്യം നടത്തിയിട്ട് ഐസ് റേറ്റ് കോട്ട് ചെയ്ത പെൻഡിങ് വെച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ടെൻഡർ പൊട്ടിച്ചിട്ട് ടെൻഡറിൽ കുറച്ച് എമൗണ്ട് ആയിരുന്നു. പിന്നെ അപ്പൊ ഓപ്ഷനിൽ വന്ന എമൗണ്ട് ഫിക്സ് ചെയ്ത് കൺകറൻസിന് അയച്ചു. ഞാനിപ്പോ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ കോഴിക്കോട് ഇവിടെ ചെയ്തപ്പോ WNC ഹോസ്പിറ്റലിൽ ഇത് ചെയ്തപ്പോ ജില്ലാ ജഡ്ജ് ഇടപെട്ടിട്ട് ഈ ലേലം നിർത്തിവെക്കാൻ പറഞ്ഞു.
അങ്ങേര് അതിന് കാരണം പറഞ്ഞു കൊട്ടേഷൻ സാഹചര്യം നിങ്ങൾ അനുവർത്തിക്കുകയും പബ്ലിക് ഓപ്ഷൻ ഈ കൊറോണ സാഹചര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തി. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത്. അപ്പം നമുക്ക് തിരിച്ചും ചെയ്യാം. ആദ്യം ഓപ്ഷൻ നടത്താം, പിന്നീട് ടെൻഡർ നടത്താം, ടെൻഡർ ആദ്യം നടത്താം, പിന്നീട് ഓപ്ഷൻ നടത്താം. അത് രണ്ടും നിയമപരമായിട്ട് തെറ്റില്ല. ഓക്കെ, ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കാശ് പോണില്ല. മറ്റേ ടെൻഡർ പോകുന്നതിനാണെങ്കിൽ ടെൻഡർ പോകുന്നതിന് കാശ് അടക്കണമല്ല. കാശ് അടക്കണം. അപ്പൊ മറ്റേ ഓപ്ഷനായിരിക്കും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവുക. ഓപ്ഷൻ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ഈ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. ഇത് സാർ ചോദിച്ചത് വളരെ കൃത്യമാണ്. ഇനി അങ്ങനെ അപ്പൊ നമുക്ക് ഓപ്ഷൻ ഓർ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ ഏതാണെങ്കിലും അത് നടത്തുകയും ആ കിട്ടുന്ന കക്ഷിയുടെ അടുത്ത് നിന്ന് 2/3 തുക വാങ്ങിച്ച് നമ്മൾ അതിന്റെ ബാക്കി നടപടിയിലേക്ക് പോകും. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? സാങ്ഷൻ ഫോർ ഡിസ്പോസൽ. ഈ സാധനം എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സാങ്ഷൻ നമ്മൾ ഇടണം. ആ സാങ്ഷൻ നമ്മൾ ഇടുന്നതിൽ ഇത്ര രൂപക്കുള്ള അറ്റാച്ച്ഡ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ കണ്ടം ചെയ്തുകൊണ്ട് ഉത്തരവാകുന്നു. ലേലത്തിൽ അതല്ലെങ്കിൽ ടെൻഡർ ഇത്രയും തുക ആസ്റ്റ് ബിഡറായ ആൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. ആയത് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യേണ്ടതും പിന്നെ സ്റ്റോക്കിൽ നിന്നും കുറവ് ചെയ്യേണ്ടതാണ് എന്നുള്ള സെന്റൻസുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് ഇടണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ ഇൻടു രജിസ്റ്റർ ഓഫ് കണ്ടംപ്റ്റ് ആർട്ടിക്കിൾ. കണ്ടം ചെയ്ത ആർട്ടിക്കിൾ ഇന്നതാണെന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററുകൾ കൂടി ചേർക്കണം. ഓപ്ഷൻ കഴിഞ്ഞ് സാങ്ഷൻ ഫോർ ഡിസ്പോസൽ വന്നാൽ പിന്നീട് എൻ്റർ ഇൻടു കണ്ടംപ്റ്റ് ആർട്ടിക്കിൾ എന്നുള്ള ഒരു രജിസ്റ്റർ വേണം. ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ അടുത്ത ദിവസം ഗ്രൂപ്പിൽ ഇട്ടേ ഫോർമാറ്റ്. ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റിമൂവൽ ഫ്രം സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സബ് സ്റ്റോക്കിൽ നിന്നും അതേപോലെ മെയിൻ സ്റ്റോക്കിൽ നിന്നും ഈ സാധനം എന്ത് ചെയ്യണം? ഒഴിവാക്കിയതായിട്ട് ഒരു എൻട്രിയും കൂടി നടത്തണം. ഈ സാധനങ്ങൾ ഇത്രയും സാമഗ്രികൾ ഒഴിവാക്കിയതായിട്ട് ആ ബുക്കിനകത്ത് റെഡ് ഇങ്കിലോ അല്ലെ കാണപ്പെടുന്ന കളറിലോ എഴുതി വച്ചിട്ട് ഇത്ര നമ്പർ ഉത്തരവ് പ്രകാരം കണ്ടംനേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കണം. അപ്പോഴാണ് നടപടി പൂർത്തിയാക്കുക. അപ്പൊ നമ്മൾ ഒന്നുകൂടി നോക്കുന്നു. കൺസൈൻമെന്റ് ഓർ ബില്ല്, ഇഷ്യൂ നോട്ട് മുഖേന സാധനം കിട്ടിയാണ്. അങ്ങനെ ഏതായിരുന്നാലും മെയിൻ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരുന്നു. മെയിൻ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് കൺസേൺഡ് ഓഫീസർക്ക് കൈമാറുന്നു. അപ്പോൾ സബ് സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നു. സബ് സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ് സ്റ്റോക്കിന്റെ ആ കസ്റ്റോഡിയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ബ്രേക്കേജോ അതല്ലെങ്കിൽ അൺസർവീസിബിലിറ്റിയോ വന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രേക്കേജ് രജിസ്റ്ററിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് അൺസർവീസിയബിൾ ആർട്ടിക്കിളിലോ ചേർക്കണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? സർവേ റിപ്പോർട്ട് തയ്യാറാക്കണം. 4 കോപ്പി സർവേ റിപ്പോർട്ട് തയ്യാറാക്കണം. സർവേ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട് കണ്ടംനേഷൻ കമ്മിറ്റി വിളിച്ചു ചേർക്കണം. കണ്ടംനേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളും സർവേ റിപ്പോർട്ടിന്റെ താഴെ ഒപ്പിടുകയും അതിനുശേഷം ഓപ്ഷൻ, ടെൻഡർ ഓർ കൊട്ടേഷൻ എന്നുള്ള വിധത്തിൽ അത് വിൽപ്പന നടത്തുകയും വേണം. വിൽപ്പന നടത്തിയ സാധനങ്ങൾ ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ട്രഷറിയിൽ അടക്കണം. ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് വന്നതാണെങ്കിൽ ഇനി പറയുന്ന ഹെഡിൽ ട്രഷറിയിൽ അടക്കണം. HDC ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചതാണ് HDC അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യണം. ഹെഡ് ഓഫ് അക്കൗണ്ട് 0210 -80 -800 -88 മിസലാനിയസ് MISC 210 80 800 88 മിസലാനിയസ് എന്ന ഹെഡില് സർക്കാർ ഫണ്ടിൽ നിന്ന് കിട്ടിയ ഉപകരണങ്ങളുടെ കാശ് അടക്കണം. അല്ലാത്തത് HDC ഫണ്ടാണെങ്കിൽ HDC ഫണ്ടിലേക്ക് അടക്കണം. ഇനി ഇതേപോലെ ഒരു കാര്യം കൂടി ഹെഡ് ഓഫ് അക്കൗണ്ട് പറഞ്ഞപ്പോൾ ഇതോടൊപ്പം പറയാണ്. ഒരു സ്റ്റോർ വെരിഫിക്കേഷനിൽ കണ്ടെത്തിയ മെഡിസിൻ ഷോർട്ടാണ്, അതല്ലെങ്കിൽ ലോസ് ആയാൽ അതിൻ്റെ
എമൗണ്ട് റെമിറ്റ് ചെയ്യുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് എഴുതി വെക്കാം. ആർക്കോ താല്പര്യം ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് മെഡിസിൻ ആണെങ്കിൽ ഇതേ ഹെഡിൽ തന്നെ അടക്കാം. 0210 80 888 തന്നെ അടക്കാം. പക്ഷെ FW ആണെങ്കിൽ FW ഐറ്റംസ് ആണെങ്കിൽ അത് മാറ്റണം. 0211 0211 -FW -800 -98 0211 FW 800 98. FW മെഡിസിൻ ആണ് ഷോർട്ടേജ് വന്നതെങ്കിൽ അത് ഈടാക്കുന്ന പൈസ കൊണ്ടുപോയി അടക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട്. ജനറൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ 210 തന്നെ റെമിറ്റ് ചെയ്താൽ മതി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. രജിസ്റ്റർ ഓഫ് കണ്ടന്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്? അതെ, അതില് ശരിക്കും ഇത് എൻഡ് യൂസർ ആണോ ഇത് കീപ്പ് ചെയ്യേണ്ടത്, അല്ല നമ്മുടെ ഫാർമസിസ്റ്റ് ആണോ ഇത് കീപ്പ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിന്റെ എൻഡ് യൂസർ അത് വെക്കണം എന്നെങ്കിലല്ലേ പറ്റുള്ളൂ. മെയിൻ സ്റ്റോക്കിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്തിരിക്കുമല്ലോ. അത് ഓൾറെഡി രജിസ്റ്ററിൽ അവര് അത് കസ്റ്റോഡിയന്റെ അടുത്തുണ്ടാവണം, എൻഡ് യൂസർ അടുത്തുണ്ടാവണം. ക്ലിയർ ആയില്ല സാർ. അത് എൻഡ് യൂസർ എടുത്ത് വെക്കണം, എങ്കിലല്ലേ അയാളുടെ കസ്റ്റഡിയിൽ നിന്ന് സ്റ്റോക്ക് കുറയുള്ളൂ. തിരിച്ച് സ്റ്റോറിലേക്ക് പിന്നെ കൊടുക്കൂലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ അത് ആരാണ് അതിന്റെ കസ്റ്റോഡിയൻ ലാസ്റ്റ്? അതായത് അവരെ വേലി ഇതിന്റെ ഒരു ലിസ്റ്റ് വേണം അല്ലേ? വേണം. ഓക്കെ. നമ്മളിപ്പോ എന്താ കാര്യം അറിയോ, റിട്ടയർമെന്റ് ആവുമ്പോൾ മാത്രം ലയബിലിറ്റി ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. സാധാരണഗതിയിൽ KFCയിൽ പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരാൾ റിലീവ് ചെയ്തു പോകുമ്പോൾ ചാർജ് ലിസ്റ്റ് ഉണ്ടാക്കി, ചാർജ് ലിസ്റ്റ് 3 കോപ്പി ഉണ്ടാക്കി കസ്റ്റഡിയിലുള്ള മുഴുവൻ സാധനങ്ങളും ഹാൻഡ് ഓവർ ചെയ്യും. ഫിസിക്കലി അത് കണ്ടെത്തുകയും തന്നെ വേണം. ആ ഫിസിക്കലി കണ്ടെത്തുമ്പോൾ കണ്ടംപ്റ്റ് ഐറ്റംസ് ഇന്നതാണെന്നും പിന്നെ അൺസർവീസിയബിൾ ഇന്നതാണെന്നും എന്ന് പറഞ്ഞ് വേറെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. അതല്ലാത്തത് സ്റ്റോറിന്റെ ലെവലിൽ നമുക്ക് ലയബിലിറ്റി ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഓരോ കണ്ടംപ്റ്റ് രജിസ്റ്റർ വയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആയി പോകില്ലേ സാറേ? അത് അല്ല, അതെ, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് നീങ്ങാൻ തിരിച്ച് സ്റ്റോറിൽ പിന്നെ അത് എടുക്കൂലല്ലോ. അപ്പൊ എന്താ ചെയ്യും? അത് കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ പുസ്തകങ്ങൾ കൂടുതലാവുന്നില്ല. നമ്മൾ ഒരു ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യണമെങ്കിൽ അതല്ല നല്ലത്. സ്റ്റോറിൽ ഒന്ന് മാത്രം വെക്കാതെ, സ്റ്റോറിൽ സബ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്രേക്കേജ് ലിസ്റ്റ് സ്റ്റോറിൽ കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? സബ് സ്റ്റോക്കിൽ നിന്നാണല്ലോ ഇത് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. മെയിൻ സ്റ്റോക്കിൽ നിന്ന് നേരത്തെ റെഡ്യൂസ് ആവുമല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്ഥലപരിമിതി ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മളിത് ഇതൊന്നും പറയുന്ന കണ്ടീഷനിൽ വെക്കാറില്ല. എവിടെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ ഡംപ് ചെയ്യുന്ന സാഹചര്യം. ഈ ഡംപ് ചെയ്യുന്ന സാഹചര്യം കൂടിയപ്പോഴാണ് സർക്കാർ കണ്ടംനേഷൻ പ്രോസസ്സ് ലഘൂകരിച്ചത്. ഹലോ, ഇനി സാർ പിന്നെ ഈ ഇലക്ട്രോണിക് ഐറ്റംസില് വലിയ പ്രശ്നമായിട്ടാണത്. ഇപ്പം നമുക്കൊന്നാമത് ഈ കൊറോണ സാഹചര്യത്തിലെ നമുക്കതിന്റെ ആൾക്കാർ മെയിൻ ഇപ്പൊ പറയുന്നത് മറ്റേ എന്താണ് അത് അവര് സർട്ടിഫൈ ചെയ്ത് തരണം എന്നല്ല പറയുന്നത്. നല്ല കാര്യം. ഇലക്ട്രോണിക് ഐറ്റംസിന് ബന്ധപ്പെട്ട പിന്നെ ടെക്നിക്കൽ നോഹൗ ഉള്ള ആളുകളെ അടുത്തുനിന്ന് അൺസർവീസബിൾ ആണ് അതല്ലെങ്കിൽ വാല്യുവേഷൻ അവർ നടത്തണം. അതിപ്പോ ഈ കൊറോണ സാഹചര്യത്തിൽ ആരും വരാത്ത സാഹചര്യമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പ്രത്യേകിച്ച് വരുന്നില്ല. അപ്പോഴ് അങ്ങനെയുള്ള സാധനങ്ങൾ അതെ ഡംപ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഇതുപോലെ റിലാക്സേഷൻ കിട്ടിയ നല്ലതായിരിക്കും. അതെ, ഓൺലൈനായിട്ട് പിന്നെ നമുക്ക് ലേലം നടത്തുക. ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ജഡ്ജി തടസ്സം പറഞ്ഞപ്പോ ഓൺലൈൻ ലേലം നടത്തിയിട്ട് നേരത്തെ അവർ ഓരോരുത്തരെ വന്ന് കണ്ടുപോയി. ഓരോ കരാറുകാരായിട്ട് സാധനം കണ്ടുപോയി. തിരിച്ച് അവരെ കണ്ടതിന് ശേഷം അവർക്ക് വിളിക്കാവുന്ന തുക ഓൺലൈനായിട്ട് വിളിച്ചു. പിന്നെ നമ്മൾ അവരോട് കൊട്ടേഷനും കൂടി മേടിച്ചു. കൊട്ടേഷനും ഇതും കൂടി തുറന്നിട്ട് ഓൺലൈനായിട്ട് തന്നെ അവരോട് സംവദിച്ചു. അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തു. പ്രായോഗിക തലത്തിൽ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ക്ലാസ് പോലെ നമ്മൾ മിക്കവാറും ക്ലാസ്സുകൾ ഓഫ്ലൈനിൽ നടന്നത് ഇപ്പോൾ ഓൺലൈനിലായല്ലോ. അതേപോലെ കാര്യങ്ങൾ ഓൺലൈനിലേക്ക് കൊണ്ടുവരാം. ഹലോ സാർ, ഇപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ കുറഞ്ഞ സാധനങ്ങളെ ഉള്ളെങ്കിൽ അതിന് ഓപ്ഷനും കൊട്ടേഷനും രണ്ടും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളിത് കൂടുതൽ വില കിട്ടാൻ വേണ്ടിയും സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് ആ സംവിധാനം പ്രാക്ടീസബിൾ ആക്കണം എന്ന് പറഞ്ഞത്. കുറച്ച് സാധനങ്ങളിൽ കൊട്ടേഷൻ ക്ഷണിച്ചാൽ മാത്രം മതിയാവും അല്ലേ? കൊട്ടേഷൻ മാത്രം മതി. നിങ്ങൾ അതിന്റെ അസസ്ഡ് വാല്യൂ മൊത്തം കൂട്ടി നോക്കുമ്പോൾ ഒരു 15,000 രൂപയ്ക്ക് താഴെ ഉള്ളെങ്കിൽ
അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ട് അത് പിന്നെ അതിനനുസരിച്ച് ചെയ്താൽ മതി, സർട്ടിഫൈ ചെയ്താൽ മതി. ഇന്നെ കാര്യം ഇന്നെ കുറഞ്ഞ സാധനം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. എല്ലാ സ്ഥാപനത്തിലും കൂടുതൽ സാധനം കാണൂല. ഈ സംശയം ചോദിച്ചോട്ടെ, ഈ സാധനങ്ങളുടെ വില നമ്മൾ ഈ തഹസിൽദാരിൽ നിന്നൊക്കെ റേറ്റ് വാങ്ങുന്നില്ല? അത് നമ്മള് വില കൂടിയ ഐറ്റംസ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് പല സ്ഥാപനങ്ങളും ഡയറ്റ് ഉണ്ടായിരുന്നപ്പോ അവിടെ ചെമ്പിന്റെ പാത്രങ്ങള്, പിത്തളയുടെ പാത്രങ്ങള്, അങ്ങനെയുള്ള വില കൂടിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഐറ്റംസ് ആണെങ്കിൽ ലോക്കൽ തഹസിൽദാരുടെ അടുത്തുനിന്ന് അതിന്റെ മാർക്കറ്റ് വില വാങ്ങിച്ചിരിക്കണം. അതിപ്പോഴും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അത് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ പഴകിയ കുറെ സാധനങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുമുണ്ട്. കുറച്ചു നാളായിട്ട് പലരും സംശയം ചോദിക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നിടത്ത് ഈ ചെമ്പിന്റെ പാത്രങ്ങൾ അന്ന് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതിൻ്റെ അകത്ത് എന്താ പറയാ, ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫാർമസികളിൽ മരുന്നുകൾ ചിലത് ഉണ്ടാക്കാൻ വേണ്ടി കോപ്പറിന്റെ പാത്രങ്ങൾ തന്നെ വേണ്ടിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത പാത്രങ്ങളുണ്ട്. അപ്പൊ ഈ പണ്ട് കാലത്ത്, വളരെ പണ്ട് കാലത്ത് കമ്പൗണ്ടർ എന്ന് പേര് വിളിച്ച കാലത്ത് പല മരുന്നുകളും അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത ഈ കൊറോണ സീസൺ രൂക്ഷമായപ്പോൾ മെഡിക്കൽ കോളേജ് പോലത്തെ പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. അന്ന് ചെമ്പിന്റെ പാത്രത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. അപ്പൊ ഈ ചെമ്പിന്റെ പാത്രങ്ങളൊക്കെ വളരെ പണ്ടേ, വളരെ കാലത്ത് ഉപയോഗം കണ്ടിട്ട് വാങ്ങിച്ചു വെച്ച സാധനമാണ്, കേട് വരാതിരിക്കാൻ. അപ്പൊ നമുക്ക് ഉപയോഗരഹിതമാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി ലോക്കൽ തഹസിൽദാറുടെ കത്തിനനുസരിച്ച് നടപടി സ്വീകരിക്കാം. ഈ ഇരുമ്പലന്മാരൊക്കെ അതിൽ വരുമോ? ഇല്ല, ഇരുമ്പലന്മാർ അതിൽ വരില്ല. അത് നമ്മൾ PWD മെക്കാനിക്കലിന് അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പോളിടെക്നിക്കിന്റെ അടുത്ത് നിന്ന് നമുക്ക് കുറിപ്പ് വാങ്ങിയിട്ട് വിടാം. അല്ല, ഇപ്പൊ എക്യുപ്മെന്റ്സിന്റെ കാലാവധി ഉണ്ട്. അത് ഒന്നായിട്ട് ഒരുപാടെണ്ണം ഉണ്ട്. അതും ഈ കണ്ടംനേഷന്റെ ഈ പുതുക്കിയ ഉത്തരവില്ലേ 63, ഇത് രണ്ടും കൂടി സനലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിലിടുക ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൻ്റെതും എല്ലാം കൂടി ഞാൻ നോട്ട് തരാം. നോട്ടേ എല്ലാവർക്കും കൂടി ഉപയോഗത്തും തരാം. ബ്ലോക്ക് പ്രോജക്ട് വിഭാഗത്തിൽ എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേരിട്ടുള്ള ഓഫീസ് കൗണ്ടറിൽ അടക്കാം. ഇങ്ങനെ സംഭവിച്ചാല് അവരുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് ചോദിച്ച് വാങ്ങിയിട്ട് ചലാൻ അടക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഓഫീസ് നേരിട്ട് അടക്കുകയോ ചെയ്യാം. രണ്ടും ചെയ്യാം. അത് 84 48 102 96 എന്നുള്ളൊരു ഹെഡ് ഉണ്ട്, അതിനകത്തേക്ക് അടക്കാം. 84 48 102 96 ലാസ്റ്റിൽ ഒന്നും കൂടി ഉണ്ട്. അത് പോയിന്റ് ഞാൻ നോട്ടിൽ വിശദാക്കി തരാം. അപ്പൊ അതല്ല എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ല ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ നേരിട്ട് അടക്കാം. നെക്സ്റ്റ് വൺ. സാറേ, തഹസിൽദാറിന്റെ സൈൻ വേണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഓർഡർ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ അടുത്തുള്ള തഹസിൽദാരുടെ അടുത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് ചോദിക്കുന്നത് അതിന് ഓർഡറും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ശരിയല്ല. സർക്കാർ അത് മോഡിഫൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്റ്റോർ വെരിഫിക്കേഷൻ നടന്നു തുടങ്ങിയത് 93-ലാണ്. 93 വരെ ഡംപ് ചെയ്ത സാധനങ്ങൾ 3 കൊല്ലം കൊണ്ടാണ് ഡിസ്പോസ് ചെയ്ത് തീർത്തത്. 93 to 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ലൈഫ് പീരീഡ് ഫിക്സ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് വിവിധ ഘട്ടങ്ങളിൽ ഓർഡർ ഇടുകയും അപ്പൊ അതിനനുസരിച്ചിട്ട് അന്ന് ഉണ്ടാക്കിയ ഓർഡറുകളിലാണ് ഈ കാര്യം പറയുന്നത്. അത് ഇതുവരെ മോഡിഫൈ ചെയ്തില്ല. ഇപ്പൊ കണ്ടംനേഷൻ കമ്മിറ്റിയും അതിന്റെ പവറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും മാറ്റിയില്ല. അങ്ങനെ തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ തന്നു. ഞങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി തന്നു ഓഫീസിൽ നിന്ന്. അതെ, അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അത്ര അവഗാഹം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ അടുത്ത് ഇതിന്റെ രേഖകളൊന്നും കാണൂല. ഇപ്പൊ നമ്മൾക്ക് മൂവ് ചെയ്യാൻ മുമ്പിലോട്ട് പോവാൻ പറ്റുന്നില്ല. ഇത് മെറ്റൽ ഐറ്റംസ് ആണ്, മറ്റേ സ്പ്രേയർ ആണ്, എച്ച്ഐയുടെ പിത്തള അല്ലേ? അത് അങ്ങനെ തന്നെ നമുക്ക് പ്രൊവിഷണൽ
നമ്മുടെ KFC ചാപ്റ്റർ 1 154, 155, 156 ഈ 3 ആർട്ടിക്കിളിലും ഇതേപ്പറ്റി പറയുന്നിടത്ത് ഈ തഹസിൽദാറിൽ തന്നെയാണ് ഇതൊക്കെ നിക്ഷിപ്തമായി കിടക്കുന്നത്. അത് മാറ്റിയിട്ടില്ല. ആ പവർ വേറെ ആർക്കും ഡെലഗേറ്റ് ചെയ്തില്ല. ഇതിപ്പോ നമ്മൾ ഈ 63/2013 ജിയോ ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം വന്നൊരു ജിയോ ആണ്. അതേപോലെ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് സർക്കാരിനെ ബോധിപ്പിച്ച് അതിൽ നമുക്ക് നിവൃത്തി തേടാം. KFC 21 നമ്മുടെ ബുക്ക് വാല്യൂ അനുസരിച്ചും ലൈഫ് പീരീഡ് അനുസരിച്ച് എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ സാർ? സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൂടുതൽ ചേർക്കാനോ വല്ലതും ഉണ്ടോ? കൂടുതൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ളത് ഈ ഒന്നുകില് ഒബ്സൊലറ്റ് ആയി എന്നറിയാം, സ്ട്രെയിഞ്ച് ആയി, അങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലത്തും നേരത്തെ നമ്മുടെ സ്കാനിങ് മെഷീൻ USG മെഷീൻ ഇല്ലേ, USG മെഷീനിന്റെ പ്രോബുകൾ പലതും കിട്ടാത്തതുകൊണ്ട് ഐഡിയലായ ഘട്ടങ്ങൾ പല ആശുപത്രികളിലുണ്ട്. അതെന്താ ഫിലിപ്സിന്റെ സാധനം ഇപ്പം കിട്ടുന്ന കമ്പനിക്ക് ലാർസൻ ആൻഡ് ടൂബ്രോക്ക് പറ്റില്ല. അപ്പൊ LNTക്ക് പറ്റാത്തത് സ്പെയർ മാറ്റിയിടാൻ പറ്റില്ല. അപ്പൊ ആ സാധനം ഒബ്സോലറ്റാന്ന് പറഞ്ഞിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി എഴുതിയിടാം. മാർക്കറ്റിൽ പുതിയ ഐറ്റംസ് ഇതിന് സ്പെയർ പാർട്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്പോസ് ആക്കുന്നു. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ കമ്പാറ്റിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെക്കാം. അസസ്ഡ് വാല്യൂ നമ്മൾ അറൈവ് ചെയ്യുന്നത് എങ്ങനെയാ? അതിന്റെ ഒരു മാനദണ്ഡം എങ്ങനെയാ? അസസ്ഡ് വാല്യൂ അറൈവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ സാധനം കണ്ടോ, ഇതൊരു സ്പ്രേയർ ആണ്, ബോഡി സ്പ്രേ. ഈ ബോഡി സ്പ്രേ ഇത് 135 രൂപ മാർക്കറ്റിൽ ഇന്ന് വിലയുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള സാധനം മുഴുവൻ നമ്മൾ ബോഡിയിൽ അടിച്ച് തീർത്ത് കഴിച്ചാൽ ഇത് നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യാം. ഈ വലിച്ചെറിയുമ്പം ഇത് എടുത്ത് കൊണ്ടുപോകുന്ന ആക്രിക്കാർ ഇതിന് 2 രൂപ പറയുന്നുണ്ടെങ്കിൽ അതിനാണ് അസസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അത് ആ സാധനത്തിന്റെ തരം, വിധം, ഉപയോഗം ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിടുന്ന ഒരു വിലയാണത്. അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന വിലയായിട്ട് ഇട്ടാലും മതി. പലരും അസസ് ചെയ്യുമ്പോൾ പല രീതിയിലായിപ്പോയില്ല. അതിന് കുഴപ്പമില്ല. ഈ 63 ബാർ, അതെ 63 ബാർ ഓഡിയോക്ക് എന്തോ പ്രശ്നമുണ്ട്. 63/2013 ജിയോയില് നമുക്ക് കണ്ടെത്തിയ അസസ്ഡ് വാല്യൂവിന്റെ 75% 75% കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്പോസ് ആക്കാം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളിട്ട് അസസ്ഡ് വാല്യൂവിന്റെ 70% മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ അതിന്റെ പേരിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാലതാമസം വരുത്തണ്ട. പിന്നെ കണ്ടംനേഷൻ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു കൊല്ലം കഴിയുമ്പോൾ 10% നമ്മൾ അതിന് ഡിപ്രീഷിയേഷൻ കൊടുക്കുന്നു, 10 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ ഫുൾ വാല്യൂ ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യാമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്ലൈ ചെയ്യാം. എന്നിരുന്നാലും നമ്മള് ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിലും അതിനൊരു വിലയുണ്ടല്ലോ, ആ വിലയാണ് നമ്മൾ കാണേണ്ടത്. ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ആണെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ പൊളിക്കാന്നുള്ളത് ഒരു അലിഖിത നിയമം പലരും പറയാറുണ്ട്. ആ ഒരു കൺസെപ്റ്റില് നമ്മൾ എന്ത് ചെയ്യും, ആ ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല എന്നാണ് PWD സർവേ റിപ്പോർട്ട് എങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നതിനുള്ള തുക നഷ്ടമായി സർക്കാരിന് മാറുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി അസസ്ഡ് വാല്യൂ കണ്ടെത്തിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഒരു 20 ലക്ഷം രൂപയ്ക്ക് പണിത ബിൽഡിങ് ഇപ്പം ഒരു 65,000 രൂപയ്ക്കാണ് പൊളിക്കാൻ തീരുമാനമായെങ്കിൽ അതും അസസ്ഡ് വാല്യൂ തന്നെയാണ്. ആ അസസ്ഡ് വാല്യൂ പിന്നീട് 70% കിട്ടിയാൽ മതി. ഹലോ, നമ്മളെ പേരിൽ കുറ്റം ആരോപിക്കൂല ഗവൺമെന്റ്. ഈ അസസ്ഡ് വാല്യൂവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഭാവിയിൽ അത് ലയബിലിറ്റി ആയിട്ട് വരില്ല. ഞാൻ ഈ ജിയോ വരാം, അതിനകത്ത് അത് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊരു ലയബിലിറ്റി ആവില്ല. തന്നെയുമല്ല, എല്ലാ വർഷത്തിലും 2 തവണ ജൂണിലും ഡിസംബറിലും കണ്ടംനേഷൻ നടത്തിയിരിക്കണം എന്നാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷൻ സർക്കാർ ബ്ലോക്ക് ആക്കൂല, ഏജ് ബ്ലോക്ക് ആക്കൂല, തടഞ്ഞു വെക്കില്ല. ഒരു ഡൗട്ട് കൂടെ ഉള്ളത് സാറേ, നമ്മൾ ഈ നേരത്തെ ഈ എമൗണ്ട് ട്രഷറിയിൽ അടയ്ക്കുമ്പോൾ നമ്മൾ വാറ്റ് കൊടുക്കുമായിരുന്നു. വാറ്റ് ഇല്ല, GST ആണല്ലോ. അപ്പൊ GST ഇതിന് ആപ്ലിക്കബിൾ ആണോ? ആണെങ്കിൽ എത്ര റേറ്റ് ആണ്? GST ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇതേപോലെ ചെയ്തപ്പോ GST PWDയിൽ നമ്മൾ പോയി ചോദിച്ചു.
അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്താ, സ്ക്രാപ്പിന് GST ഇല്ലെന്നാണ്. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അതിനെ ജിയോ ഒന്നും തന്നില്ല. PWD പറഞ്ഞു സ്ക്രാപ്പിന് GST ഇല്ലെന്നാണ്. പിന്നെ നമ്മള് PWD മെക്കാനിക്കലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു 7% ഇട്ട് അടച്ചോന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു തീരുമാനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൊത്തം തുക ട്രഷറി അടച്ചു. ഇതുവരെ പ്രശ്നമൊന്നും വന്നില്ല, ഓഡിറ്റിലും പ്രശ്നമൊന്നും വന്നില്ല. അല്ലാതെ GST ഡിപ്പാർട്ട്മെന്റ് സ്ക്രാപ്പിന് പറയുന്നുണ്ടെന്നുണ്ടല്ലേ? ശ്രദ്ധയപ്പെട്ടില്ല. ഓ 8 ആണല്ലേ? 7 ഇല്ല. ഞാൻ തോന്നുന്നു സാറേ, ഈ ഓപ്ഷൻ വരുന്ന പലരും അവരൊരു ടീമായിട്ട് നിന്ന് ഈ വാല്യൂ കുറച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഈ കോമൺ പറഞ്ഞ പോലെ അതിനൊരു നമ്മുടെ ആയിട്ടൊരു വാല്യൂ നമുക്ക് അസസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് വാല്യൂ അസസ് ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഒരു 5 രൂപ പറയുന്ന സാധനത്തിന് അതിന്റെ 70% 3.5 രൂപ കിട്ടുകയാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ. ഈ 3.5 എത്തിയില്ല, 2.25 നിൽക്കുന്നതെങ്കിൽ നമുക്ക് റീ ഓപ്ഷൻ നടത്താം. അവൻ ചിലപ്പോൾ അവർ ടീമായിട്ട് 1 രൂപ പറയും. നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, നമ്മള് കണ്ണും പൂട്ടി കൊടുക്കണം എന്ന് നിയമം ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. മാക്സിമം വാല്യൂ കിട്ടുന്നവരെ നമുക്ക് ഓപ്ഷൻ, റീ ഓപ്ഷൻ, ടെൻഡർ ഇങ്ങനെ പ്രോസസ് ചെയ്ത് പോവാം. ഒരു 2 റീ ഓപ്ഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത് 50% കിട്ടിയാലും മതി, നമുക്ക് കുറ്റമാവില്ല. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിഭീഷ പറയും. കണ്ടം ചെയ്യുന്ന എല്ലാത്തിനും നമ്മളെ പരിധി എത്രയാ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പരിധി ഉണ്ട്? എല്ലാം DMO സാങ്ഷൻ വേണ്ട കാര്യമുണ്ടോ ചെയ്ത പ്രോസസ്സ്? ഇല്ല. ഇപ്പൊ നമ്മൾ മിനി PSC ആണെങ്കിൽ മിനി PSCന്റെ കണ്ടംനേഷൻ കമ്മിറ്റി ചെയർമാൻ CSCയിലെ മെഡിക്കൽ ഓഫീസറാണ്. CSCയിലെ മെഡിക്കൽ ഓഫീസർ ചെയർമാനും ബാക്കിയുള്ള ഇവിടുത്തെ ഫാർമസിസ്റ്റ്, ഇവിടുത്തെ MO, സെക്ഷൻ ക്ലർക്ക് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ, അതല്ല സബ് സ്റ്റോക്ക് ഉള്ള ആളുകൾ ഒക്കെ കൂടി ചേർത്ത് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ കമ്മിറ്റിക്ക് പരിധിയില്ല, എത്ര രൂപേൻ്റെത് വേണമെങ്കിൽ ചെയ്യാം. ഈ 63/2013 ആ ലിമിറ്റുകളൊക്കെ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഡിസ്ട്രിക്ട് കണ്ടംനേഷൻ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ പ്രൊസീഡിങ്സ് അപ്പം ബ്ലോക്ക് MO ഇടണോ, അല്ല നമ്മൾ അപ്രൂവൽ വാങ്ങണോ? അതാ ചോദിക്കുന്നത്. നമ്മൾ അപ്രൂവൽ മിനിറ്റ്സിൽ വാങ്ങിയാൽ മതി. മിനിറ്റ്സിലും അതേപോലെ ഈ സർവേ ലിസ്റ്റിലും വാങ്ങിച്ചാൽ മതി, വേറെ അപ്രൂവൽ വേണ്ട. ഈ ജിയോ റീഡ് ചെയ്യുക, 63/2013 ജിയോ റീഡ് ചെയ്തിട്ട് ജിയോയിൽ പറയുന്ന ടേംസിന് വിധേയമായി ഇത് ഡിസ്പോസ് ചെയ്തിരിക്കുന്നു കാണിച്ചാൽ. ഓക്കെ, താങ്ക് യു. സാർ, ഇതിലൊരു ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട്? അത് ഈ പറയുന്ന ജിയോയുടെ പുറകിലുണ്ട്. ഞാൻ വെറുതെ അതിങ്ങനെ വായിച്ചു പോകണ്ടെന്ന് എഴുതിട്ട് ഈ ജിയോ അങ്ങ് കിട്ടുക, അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണെങ്കിൽ ആരായിരിക്കണം, ആൾക്കാർ തന്നെ വേണോ, ITI മതിയോ, അതെയോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ HERന്റെ ആൾക്കാർ മതിയോ? HERന്റെ ഒരു പരിധി വരെ HERന്റെ നമുക്ക് എടുക്കാം. മേജർ എക്യുപ്മെന്റ് ഒക്കെ ആകുമ്പോൾ PWD, ഇലക്ട്രോണിക്, ഇലക്ട്രിക്കല്, അതേപോലെ പോളിടെക്നിക്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ വിദഗ്ധരെ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി ഗവൺമെന്റ് പോളിടെക്നിക് ഇല്ലെങ്കിൽ എയ്ഡഡ് പോളിടെക്നിക്കിലെ ആളുടെ വാല്യുവേഷൻ നമുക്ക് എടുക്കാം. അതൊക്കെ ഈ ജിയോ പ്രകാരം പെർമിറ്റഡ് ആണ്. ജിയോയിൽ പറയുന്നുണ്ട്, അതിന്റെ ബാക്കിൽ ഷെഡ്യൂൾ ഉണ്ട്, ആരാണ് വാല്യുവേഷൻ നടത്തേണ്ടത്. അത് വിശദമായിട്ടുണ്ട്. ഞാൻ സനലിന്റെ അടുത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇട്ടുതരാം. ILRന്റേത് പിന്നെ നമ്മള് ILRന്റെ കസ്റ്റോഡിയൻ JPHN ആണോ അതല്ലെങ്കിൽ LHI ആണോ? LHIക്കാണ് ഇഷ്യൂ. അപ്പൊ LHI ആണ് ഇത് ചെയ്യേണ്ടത്. സർവേ റിപ്പോർട്ട് അവരുണ്ടാക്കി കൊണ്ടുവരണം. അല്ല, അത് പിന്നെ നോട്ട് ഫോർ യൂസ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അത് നമ്മളെ റെഫ്രിജറേഷൻ മെക്കാനിക് ഇല്ലേ, DMOയിലെ റെഫ്രിജറേഷൻ മെക്കാനിക് അല്ലേ, കോൾഡ് ചെയിൻ ഉദ്യോഗസ്ഥരെ. ഹലോ, ഇപ്പോഴത്തെ ഈ ഓപ്ഷന്റെ ഒരു ഓർഡർ വന്നിട്ടില്ലേ സാർ? ബാക്കി ഉള്ള പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ഓർഡർ വെച്ചാണ് ചെയ്യേണ്ടത്? ഏതായിരുന്നു
ആണ്. ഒരു ഇ ഓപ്ഷന്റെ ഒരു ഓർഡർ ഇല്ലേ സാർ, ഒരു MSTS മെസ്സേഴ്സ് MSTS MSTC അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടം ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനൊക്കെ ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ കൊറോണ സീസണിൽ പ്രാവർത്തികമാക്കേണ്ട സാഹചര്യമാണ്. ഭാവിയിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നതിന് തടസ്സമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യണോ അതോ ഇപ്പത്തെ ഓർഡർ വെച്ച് തന്നെ ചെയ്യേണ്ടി വരുമോ സാറേ? അതെ, എന്താണ് പറയുക, ഫെസിലിറ്റി എളുപ്പമാക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സംവിധാനമാണ്. ഇതെടുത്ത് ചെയ്ത് മറ്റേതെടുത്ത് ചെയ്താൽ രണ്ടും തെറ്റല്ല. കാരണം എന്താ വെച്ചാൽ ഈ ജിയോ സപ്രസ് ചെയ്യാത്തിടത്തോളം നമുക്ക് ഇത് വെച്ച് ചെയ്യാം. സനലെ സംശയമൊന്നുമില്ലെന്ന് കമ്മിറ്റി കൂടി നമുക്ക് ബാക്കി പ്രോസസ് ചെയ്യാൻ ಸ್ವಲ್ಪ ഡിലേ ഉണ്ടായി. അപ്പൊ ഇത്ര ദിവസത്തിനുള്ളിൽ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു? അതെ, ഈ 2 ലിമിറ്റ് പറയുന്നുണ്ട്. ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ പരമാവധി നമ്മള് ആഡിക്വേറ്റ് ടൈം എടുത്തിട്ട് മീറ്റിംഗ് നടപടി ആക്കണം. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യാൻ പോകുന്ന സ്ഥാപനം NABH, NQS, പിന്നെ കാശ് ഉള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ കണ്ടംനേഷൻ കമ്മിറ്റിയുടെ മിനിറ്റ്സും കണ്ടംനേഷന്റെ ഓർഡറും അവർക്ക് കാണണം. അപ്പൊ നമ്മളത് വല്ലാതെ ഡിലേ വരുത്തിയാൽ നമുക്ക് കിട്ടുന്ന 2 മാർക്കോ അല്ലെ 5 മാർക്കോ ഒക്കെ പോയി പോകും. അതുകൊണ്ട് നമ്മൾ ഡിലേ വരുത്താതെ ചെയ്യാം. സാറേ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സാധനത്തിന് ഇപ്പോ രജിസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സാധനം നമ്മൾ ഫിസിക്കലി കാണുവാണ്. അപ്പൊ അത് നമ്മൾ ഫിസിക്കലി സ്റ്റോക്ക് എടുത്ത് കണ്ടംനേഷന് വേണ്ടി മാറ്റാലോ, അത് ബിയോണ്ട് റിപ്പയറബിൾ ആണെങ്കിൽ. അപ്പൊ അങ്ങനെ മാറ്റുമ്പോ അതിനുള്ളിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് എന്ത് ചെയ്യും? ഡേറ്റ് ഓഫ് റെസിപ്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യത്തില് നമുക്കത് കണ്ട ദിവസം വെച്ചിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങള് അങ്ങനെ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് എന്നാണോ ഫിസിക്കലി സ്റ്റോക്ക് എടുത്ത് കണ്ടംനേഷൻ രജിസ്റ്ററിലേക്ക് മാറ്റിയത് ആ ഡേറ്റ് ഇട്ടു KFC ഫോമില്. പക്ഷെ അപ്പൊ അത് നമ്മള് പോളിടെക്നിക്കലിലേക്ക് അയച്ചു കൊടുത്ത സമയത്ത് അവര് പറയുന്നത് അതിനുള്ളിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് കാണുന്നത് നിയറസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഡേറ്റിലുള്ള റെസിപ്റ്റിലുള്ള സാധനം കണ്ടം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ അവര് പറഞ്ഞോ? അങ്ങനെയാണ് അവിടുന്ന് നമുക്ക് അറിയിച്ചത്. നിങ്ങളുടെ KFC ഫോമിന്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തപ്പോഴേക്കും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് എന്താണ് നിയറസ്റ്റ് ഡേറ്റ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കണ്ടംനേഷന് വേണ്ടിയിട്ട് മാത്രം എടുത്ത സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് മാറ്റിയ ഡേറ്റ് ആണെന്ന്. അപ്പോ അവർ പറയുന്നത് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. 10 years ഒക്കെ കഴിഞ്ഞാണെങ്കിൽ വേറെ പ്രൊസീജിയർ ഒന്നുമില്ല, നമുക്ക് കളയാം. പക്ഷെ ഈ നിയറസ്റ്റ് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒബ്ജക്ഷൻ ആവും എന്ന് പറയുന്നുണ്ട്. അതെ, അതിനകത്ത് നമുക്ക് എന്താ കാര്യം എന്ന് പറയാം, നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് ഒരു വിശദീകരണം കൊടുക്കുക. ഒന്ന്, ഇനി അങ്ങനെ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ഇട്ടിട്ട് ലിസ്റ്റ് കൊടുക്കേണ്ടി വരും. നമ്മളടുത്ത് സംഭവമില്ലല്ലോ. അസീസ് വേറിസ് ബേസിസ് ടേക്കൺ ഇൻ ടു സ്റ്റോക്ക് എന്ന് എഴുതാം. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ കണ്ട് അത് നമ്മൾ സ്റ്റോക്കിലാക്കി. കാരണം ഇറ്റ് ഈസ് ആൻ എക്സ്ചീറ്റ് എന്ന് പറയും. അറിയാവോ എക്സ്ചീറ്റ് എന്ന് പറഞ്ഞാൽ? അന്യം നിന്നുപോയ സാധനം, ഒരാള് അവകാശപ്പെടാനില്ല എന്നാലോ സർക്കാരിൻ്റെതാണ്, നാളെ ആരോ ചോദിച്ചു വരെയും ചെയ്യാത്ത സാധനങ്ങൾ എക്സ്ചീറ്റ് എന്ന് പറയും. എക്സ്ചീറ്റ് സർക്കാരിന് മുതൽ കൂട്ടാൻ വേണ്ടി KFCയിൽ പറയുന്ന പ്രൊവിഷൻ വെച്ചിട്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്യാം. ഹലോ, എക്സ്ചീറ്റ്. ഹലോ, അന്യം നിന്ന് പോകുന്ന ഐറ്റംസ്. ഒരു തറവാട്, അവിടെ മുഴുവൻ അംഗങ്ങളും ഇല്ലാതെ പോയി. അപ്പം എന്തെങ്കിലും ദുര്യോഗം സംഭവിച്ച് പോയി കഴിഞ്ഞാൽ അത് പിന്നെ സർക്കാരിന്റെ മുതലാണ്. എന്ന് വെച്ചാൽ അനാമത്ത് എന്ന് പറയും. അനാമത്ത് എന്നാണ് ഇതിന് മറ്റൊരർത്ഥം എക്സ്ചീറ്റ്. അപ്പൊ ഇങ്ങനെ വീണ്ടും കിട്ടിയ ഒരു സാധനമാണ്. അത് ഇങ്ങനെ ചെലവാക്കുന്നതിന് നമ്മൾ ഡേറ്റ് ചോദിച്ചാൽ ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല. അത് കൊടുക്കാനുള്ളത് അത് തേടിപ്പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനത്തെ ഐറ്റംസിനെയൊക്കെയാണ് എക്സ്ചീറ്റിന്റെ കൂട്ടത്തിൽപ്പെടുക. സ്പെല്ല് എനിക്ക് തന്നെ നോക്കണം, ഗൂഗിളിൽ നോക്കിയാൽ മതി. ഞാൻ വായിച്ച ഓർമ്മയിൽ പറഞ്ഞതാണ്. പഴയ ഡേറ്റ് ഇട്ടാ കുഴപ്പമില്ല. അല്ല, നമുക്ക് എന്താ കാര്യം എന്ന് പറയാം, നമ്മുടെ അസസ്മെന്റിൽ നമുക്ക് ഇടാം. പിന്നെ ബുക്ക് വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഇല്ലാത്ത ഒരു സാധനം നമ്മൾ സതുദ്ദേശത്തോട് കൊണ്ടുവന്നത് മറ്റേ അതോറിറ്റിക്ക് ബോധ്യാവാത്തൊരു സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. ഹലോ,
മനസ്സിലായി സാർ. സാറേ, കാസർഗോഡ് നിന്ന് പ്രദീപാണേ. പറഞ്ഞോളൂ. ഈ അടുത്ത കാലത്ത് നമുക്ക് ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നമായി കണ്ടംനേഷന്റെ കാര്യത്തിൽ വരുന്നത് ഈ ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ കിട്ടാനില്ലാത്തൊരു കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോളിടെക്നിക് അതുപോലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈഫ് പീരീഡ് കഴിഞ്ഞ സാധനങ്ങൾ, ഉപകരണങ്ങൾ നമുക്ക് ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ അനുവാദം ഇല്ലാതെ തന്നെ കമ്മിറ്റിക്ക് കണ്ടം ചെയ്യാന്നുള്ളത്. അതിനും കൂടെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും തോന്നുന്നു. അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഈ അടുത്ത്. ശ്രദ്ധപ്പെട്ടിട്ടില്ല. വന്നിട്ടുണ്ട് സാർ. ആ ഒരു പുതിയൊരു ഓർഡറും കൂടെ അങ്ങനെ വന്നിട്ടുണ്ട്. ലൈഫ് പീരീഡ് കഴിഞ്ഞ സാധനങ്ങൾ ഇവരുടെ അനുമതി ഇല്ലാതെ തന്നെ കമ്മിറ്റിക്ക് കണ്ടം ചെയ്യാൻ ഒരു അധികാരം കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് വന്നൊരു സംഭവമാണ്. ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, എല്ലാവർക്കും വിവരം ഉണ്ടാകട്ടെ. ഓക്കെ എന്റെ കയ്യിലുണ്ടാവും തോന്നുന്നു സാർ, ഞാൻ നോക്കാം. പിന്നെ സാറേ, എക്സ്പേർട്സ് വരാണെന്നുണ്ടെങ്കിലേ അവർക്ക് TA വല്ലതും കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടോ? TA കൊടുക്കുക. അവർ ഗവൺമെന്റ് പർപ്പസ് ആണല്ലോ ചെയ്യുന്നത്. അവർക്ക് മിനിമം ബസ് ഫെയറോ അതല്ലെങ്കിൽ നമ്മളെ വണ്ടിക്കകത്ത് കൊണ്ടുവരെ അതല്ലെങ്കിൽ വന്നു പോകുന്നുള്ള പൈസ HDC മറ്റോ എടുത്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഫണ്ടിൽ നമ്മൾ വെച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതർ ചാർജസ്, അതർ ഐറ്റംസിൽ ഫണ്ട് ഇരിപ്പുണ്ടെ കൊടുക്കാം. തെറ്റല്ല. ഹലോ, ഓക്കെ സാർ. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കമ്മിറ്റി എഴുതേണ്ട സർട്ടിഫിക്കറ്റ്, നമ്മൾ എഴുതേണ്ട സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ചോളാം. സർട്ടിഫൈഡ് ദാറ്റ് ദി ആർട്ടിക്കിൾസ് മെൻഷൻഡ് ഇൻ ദി സർവേ റിപ്പോർട്ട് has become unserviceable. And irreparably damaged due to constant use. സ്ഥിരമായ ഉപയോഗം കൊണ്ട് കേടായിപ്പോയി. പിന്നെ nobody is personally responsible. For the unserviceability of these articles. Nobody is personally responsible for the unserviceability of these articles. Okay, sir. അടുത്തത് certified that these items cannot be used hereafter. Certified that these items cannot be used hereafter. Okay. അടുത്തത് the items cannot be put to reuse by repair at a reasonable cost. Okay, sir. ഇത്രയും സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് കണ്ടംനേഷൻ കമ്മിറ്റിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനകത്ത് മീറ്റിംഗിലുള്ള ആളുകൾ ഒപ്പിടണം. ഒരു കാര്യം സാർ, ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് കണ്ടം ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാർ ഈ ബുക്ക് വാല്യൂവിന്റെ ബേസിൽ കണ്ടംനേഷൻ ചെയ്യാൻ? ബുക്ക് വാല്യൂവിന്റെ ബേസിൽ കണ്ടം ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് അതിന്റെ ലൈഫ് പീരീഡ് നോക്കണ്ട, ബട്ട് നോട്ട് യൂസബിൾ ആയിക്കണം. നോട്ട് യൂസബിൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു, അതല്ലെങ്കിൽ ഫർദർ ഉപയോഗത്തിന് പറ്റാതെ ആയിരിക്കുന്നു. അപ്പൊ അതിന്റെ ബുക്ക് വാല്യൂ അല്ല നോക്കേണ്ടത്. അത് എന്താവാൻ പറ്റില്ല, നമുക്ക് ഫിറ്റ് ഫോർ യൂസ് ആയിരിക്കും. ബിയോണ്ട് എക്കണോമിക് റിപ്പയർ എന്നുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റ് തന്നെ അതാ കൺസെപ്റ്റ്. റിപ്പയർ കോസ്റ്റ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റിനേക്കാളും കൂടുതൽ വരും.
കൂടുതലും. അത് ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ടോക്കൺ ഡിസ്പ്ലേ ഒക്കെ അല്ലേ, ടോക്കൺ ഡിസ്പ്ലേ വെച്ചപ്പം ചിലപ്പോൾ 20,000 25,000 കാണും. ഇപ്പൊ അതിന്റെ പാനൽ ബോർഡ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 32 കൊടുക്കേണ്ട ഐറ്റംസ് ഉണ്ടാവും. എല്ലാ ഏരിയകളും ഒരു 5-10 OP കൗണ്ടറൊക്കെ ഉള്ളിടത്തൊക്കെ ഇതിന്റെ കപ്പാസിറ്റി മാറുമ്പോൾ അതിനൊരു യൂണിറ്റ് വാങ്ങാൻ ചിലപ്പോൾ ഇപ്പൊ 16,000 കിട്ടുന്നുണ്ടാവും. അപ്പൊ അതായിരിക്കും നന്നാവുക. അത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോ കാസിഫോം 21-ന്റെ പിറകിലായിരുന്നു ഞങ്ങൾ ഒരിക്കലും ചെയ്തു തരുന്നത്. ആക്ച്വലി ഇത് രജിസ്റ്ററിലായിരുന്നോ ചെയ്യേണ്ടത്? അല്ല, ഈ ആർട്ടിക്കിൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന KFC 21-ൽ ചെയ്തിട്ടാ മതി, രജിസ്റ്ററിൽ വേണ്ട. ഓക്കെ, അതിന്റെ പിറകിലായിരുന്നു ഇത്രയും സർട്ടിഫിക്കറ്റ് എഴുതി അത്രയും കമ്മിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് സൈൻ വാങ്ങിയത്. ഓക്കെ, ഫോട്ടോസ്റ്റാറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത്, നമുക്ക് പഴയ സാധനം നമ്മളെടുത്തുന്ന അവരെടുത്തതിനൊരു വില കാണിച്ചിട്ട് ഒരു പേപ്പർ എന്തെങ്കിലും ഇൻവോയ്സ് എന്തെങ്കിലും ഇങ്ങോട്ട് തരാം. ഇപ്പോഴത്തെ കാലത്ത് GST കാര്യമൊക്കെ ഉള്ള ഒരു പെർമിറ്റ് എടുത്തുനിന്ന് ഇങ്ങോട്ട് ഓൾഡ് സാധനം എടുത്തതിനുള്ള സംഭവം തരാം. തിരിച്ച് നമ്മൾ പുതിയതിനുള്ള വില അങ്ങോട്ട് കൊടുക്കുക. അത് വേറെ വേറെ. രണ്ടും ഒന്നിലാണെങ്കിൽ പിന്നെ മെയിൻ കോസ്റ്റ് ഇപ്പോൾ 52,000 ആണെങ്കിൽ 52,000, ഓൾഡ് യൂണിറ്റിന്റെ 8,000 കഴിച്ചിട്ട് ബാക്കി ഇത്രയും പറഞ്ഞിട്ട് ആ ബില്ലിൽ കാണിക്കാം. ഇതിന് രണ്ടിനും ഒരു പ്രൊസീഡിങ്സ് ഇടാം, ഈ രണ്ട് വിഷയം കാണിച്ചിട്ട്. അപ്പൊ എന്താ കാര്യം, പഴയ സാധനം ഒബ്സോലറ്റ് ആയി എന്നുള്ളത് കൊണ്ടും നമുക്ക് എക്കണോമിക് കോസ്റ്റിൽ റിപ്പയർ ചെയ്യാൻ പറ്റാതെ സാഹചര്യം ആകുമ്പോൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രൊവിഷൻ നമ്മളെ ശ്രദ്ധയപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാന്ന് പറഞ്ഞിട്ട് ഉദ്ദേശശുദ്ധി വിശദമാക്കിയിട്ട് ഒരു ഉത്തരവിട്ടിട്ട് ചെയ്യാം. പർച്ചേസ് കമ്മിറ്റി ചെയ്യാം. കണ്ടംനേഷൻ കമ്മിറ്റി അല്ല, പർച്ചേസ് കമ്മിറ്റി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം യൂസബിൾ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ കണ്ടംനേഷൻ വരുന്നില്ല. അത് നമ്മളെ പിന്നെ വെഹിക്കിളിന്റെ ബാറ്ററി അങ്ങനെ വരാറുണ്ട്. വെഹിക്കിളിന്റെ ബാറ്ററി വിൽക്കുന്ന കടക്കാർ നമ്മുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് വാങ്ങും. ഒരു 6,000 രൂപയുടെ ബാറ്ററി ആണെങ്കിൽ അവർ 1,200 രൂപയ്ക്ക് പഴയ സാധനത്തിൽ തരും. അപ്പൊ ആ തരുന്ന ബില്ലിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് സ്പെസിഫിക് ഐറ്റം പറയാം. അതിനൊരു ഉത്തരവിടും. ഇൻവെർട്ടറിന്റെ കേസിലും പറ്റും. അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സ്റ്റോർ സൂപ്രണ്ട് അഷ്റഫ് ഉണ്ടാവും, ലൈനിലുണ്ടാവും. അഷ്റഫ് കാരന്തൂർ. സാറേ, ഒരു കാര്യേ, ഈ ഒടിഞ്ഞ കസേരയൊക്കെ അതുപോലത്തെ കാര്യങ്ങൾ കുറെ ഉണ്ട്, തടിയുടെ ഉപകരണങ്ങൾ. അതാണെങ്കിൽ അതിന്റെ ആരാണ് ചെയ്യേണ്ടത്? അസസ് ചെയ്യേണ്ടത്? പോളിടെക്നിക്, ITI, അവിടുത്തെ ITI പോളിടെക്നിക്. ഓഹോ, നമുക്ക് നേരത്തെ പറഞ്ഞ ജിയോ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. അത് ഞാൻ ആവർത്തിച്ചില്ല എന്നേ ഉള്ളൂ. ആരൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതിനകത്ത് ടേബിൾ ചെയ്ത് ഷെഡ്യൂൾ ആക്കി പറയുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസിന്റെ നോട്ട് തന്നില്ല, എല്ലാം കൂടി വിട്ടേക്കട്ടോ. അല്ലെങ്കിൽ എറണാകുളത്ത് സമ്മേളനത്തിന് വരുമ്പോൾ ഒരു പ്രിന്റ് കൊണ്ടുവരും, സർക്കുലേറ്റ് ചെയ്താൽ മതി. സമയം കിട്ടാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നെ സ്റ്റോർ പർച്ച് അതെ, ഞാന് നോട്ടിന്റെ കാര്യം ഞാൻ എന്റെ കയ്യിലുള്ളതിന് വ്യത്യസ്തമാക്കി നോട്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ചു. നമ്മൾ ഒന്നുകിൽ ഓൾവേസ് ഒരു കോളം നോട്ട് ചെയ്യേണ്ടത് ഡോണ്ട് അല്ലെ ഡൂസ് ആൻഡ് ഡോൺസ് അല്ലേ, അങ്ങനെ ആക്കിയിട്ട് തരാന്ന് ഉദ്ദേശിച്ചത്. അതാണ് നമുക്ക് നല്ലത്. അപ്പൊ വല്ലാണ്ട് വായിക്കാനുള്ള സാഹചര്യം ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. PDF ആക്കി ചെയ്യാം. അപ്പൊ അതിന്റെ പണിയിലാണ്. ഇവിടെ കുറച്ച് എഴുതിയിരുന്നു, മുന്നോട്ട് പോയില്ല. പറയൂ. 91 നമ്പർ. സംശയം ഓക്കെ സാർ, ഈ ലൈഫ് പീരീഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ചിലതൊക്കെ, അതിനെ നമ്മൾ എങ്ങനെ കണ്ടം ചെയ്യാം? ലൈഫ് പീരീഡ് കണ്ടം ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാധനത്തെ റീപ്ലേസ് ചെയ്യുന്ന വാല്യൂ കണ്ടെത്തുക. എന്നിട്ട്
റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ഇപ്പൊ ഉള്ള ഈ സാധനത്തിനേക്കാണ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, അത് കാണിക്കാം. ഇത്ര പീരീഡ് വേണം നിർബന്ധമില്ലല്ലോ. ഇല്ല, അതെ, ലൈഫ് പീരീഡ് നമുക്ക് ഓരോ ടൈമിൽ സർക്കാർ ഉത്തരവ് പ്രകാരം മാറി മാറി വരും. ചിലത് 8 കൊല്ലം, ചിലത് 7 കൊല്ലം ഇങ്ങനെ മാറി വരും. എല്ലാത്തിനും ഇല്ല സാർ, ചിലതിനൊന്നും നോക്കിയിട്ട് കിട്ടാനില്ല. കിട്ടില്ല. അതപ്പോ നമുക്ക് പിന്നെ അതിനകത്ത് പഴയ ജിയോയിലുള്ളത് ഞാൻ സനലിന്റെ അടുത്ത് കൊടുക്കാം. ലൈഫ് പീരീഡ് തീരുന്നതിന് മുമ്പ് പറഞ്ഞാൽ അൺസർവീസബിൾ ആയി, അതിനെ നമുക്ക് കണ്ടം ചെയ്യാലോ. കണ്ടം ചെയ്യാം. അൺസർവീസിയബിൾ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റിപ്പയർ നഷ്ടാണെന്നും കാരണം തുടർച്ചയായിട്ട് റിപ്പയറിന്റെ കോസ്റ്റ് ചെലവാകുന്നുണ്ടെങ്കിൽ അത് ബിയോണ്ട് എക്കണോമിക് ആണ്. അപ്പൊ നമുക്ക് ആ പേര് പറഞ്ഞ് ചെയ്യാം. പിന്നെ നമ്മൾ പെറിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഓപ്ഷൻ ഒന്നും വേണ്ട, നേരിട്ട് ഡിസ്പോസ് ചെയ്യാം. ഇപ്പൊ തുണികളൊക്കെ ലിനൻ അങ്ങനത്തെ ഐറ്റംസ്, പെറിഷബിൾ ഐറ്റംസ് നശിച്ചു പോകാൻ സാധ്യതകളാണ്. അപ്പൊ അതിന്റെ ഒരു പീസ് ഇട്ടിട്ട് അത് കണ്ടം ചെയ്തു സ്റ്റോക്കിൽ എഴുതി ചേർത്താൽ മതി. ഡയറ്ററി ആർട്ടിക്കിൾസ് സ്റ്റോക്കിൽ വരില്ലെന്ന് പറഞ്ഞല്ലോ. സ്റ്റോക്കിലല്ല, സ്റ്റോറിൽ വരില്ല. സ്റ്റോർ എന്ന മീനിങ്ങിൽ വരില്ല. നമ്മളെ KFCയിലെ കേരള ഫിനാൻഷ്യൽ കോഡിലെ സ്റ്റോർ എന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ അതിന്റെ പർവ്യൂവിൽ അത് വരില്ല. സ്റ്റോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗവൺമെന്റ് സർവന്റിന്റെ ഭാവി കാലത്തെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന ഡയറ്ററി ആർട്ടിക്കിൾസ്, സൺറൈസ്, പിന്നെ എന്താണ് മെഡിസിനും അല്ലാത്ത ഐറ്റംസ് ആണ് വരുന്നത്. അപ്പൊ സ്റ്റോക്ക് വേണം. സ്റ്റോർ മീൻസ് ഓൾ ആർട്ടിക്കിൾസ് ആൻഡ് മെറ്റീരിയൽസ് അതർ ദാൻ ക്യാഷ് ആൻഡ് ഡോക്യുമെന്റ്സ്. This does not include items like dietary articles, animals in zoos, sundry articles, fuel, charcoal, dietary product. നമ്മളെ കൽക്കരികൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അതിൽ പെടില്ല. കൺസ്യൂമബിൾസ് ആണ് ഉദ്ദേശിച്ചത്. ഇന്ന് വനിതകൾ ആരും ഇല്ലേ സംശയത്തില്? ഒരു വസ്തു വിൽക്കാൻ ഹലോ, ലൈൻ പോയാ സാറേ? ഒരു സാധനം വിൽക്കാനായിട്ട് ഉദ്ദേശിച്ച വില നമുക്ക് പറ്റാതെ കൊട്ടേഷൻ എത്തുമ്പോൾ അതിന് കുറഞ്ഞു വരാണെങ്കിൽ നമുക്ക് ആ വിലക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ലല്ല, ആദ്യമേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശ്രമം നടത്തണം. മാക്സിമം റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ 3 തവണ ഓപ്ഷനോ ടെൻഡറോ അല്ലെങ്കിൽ കൊട്ടേഷനോ നടത്തണം. സാർ ഇതൊരു വെഹിക്കിൾ ആണ്. അപ്പോ വെഹിക്കിൾ ആണെങ്കിലും ഇത് പല പ്രാവശ്യം ടെൻഡർ കൊട്ടേഷൻ നടത്തിയതാ, പക്ഷെ ഒരു വെഹിക്കിൾ ആണ്. അത് പണ്ട് ഉണ്ടായ അതിന് നമ്മൾ ഇതിനകത്ത് അതെ ഒബ്സോലറ്റ് ആണ്, റീയൂസബിൾ അല്ല. നമുക്ക് ഇനിയും ഒരു റീഓപ്ഷൻ നടത്തുകയാണെങ്കിൽ ഇത് തുരുമ്പ് കയറി നശിച്ചു പോകുമെന്നും ഇതിനേക്കാണ് കൂടിയൊരു റവന്യൂ കിട്ടാൻ സാധ്യത ഇല്ലെന്നും ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ല ഇപ്പോൾ ഓഫർ ചെയ്ത ബെറ്റർ പ്രൈസിന് കൊടുക്കാവുന്നതാണെന്നും സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് നിങ്ങൾ സാങ്ഷൻ മേടിച്ചിട്ട് ചെയ്തോളൂ. ഓക്കെ സാറേ, ഓക്കെ താങ്ക്സ്. ഈ ഫർണിച്ചർ, മരത്തിന്റെ ഫർണിച്ചർ ഐറ്റംസ് എങ്ങനെയാ ഡിസ്പോസല്? അത് ഡിസ്പോസല് നമ്മള് അതിനകത്ത് മിക്കവാറും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞോ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങള് നമുക്കത് റിപ്പയർ ചെയ്യാൻ ഒരു പക്ഷേ അത്തരത്തിൽ മരം വാങ്ങുന്നത് നഷ്ടമായി മാറുന്നു ഉറപ്പായിട്ട് നമ്മൾ കണ്ടംനേഷന് വിടുമ്പോൾ അതിന് നമുക്ക് അസസ്ഡ് വാല്യൂ കിട്ടാൻ വേണ്ടി പോളിടെക്നിക് ITI 2 ഓഫീസുകളായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൈസ് ഇവാലുവേഷൻ നടത്തിയിട്ട് കൊടുക്കാം. ഹലോ, ഓക്കെ താങ്ക് യു. ഇനി ആരെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഓക്കെ സാറേ, ക്ലാസ് കഴിഞ്ഞു. സംശയങ്ങൾ ഇനി ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായോ? ഒരു 9 സ്റ്റെപ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കൺസൈൻമെന്റ്, മെയിൻ സ്റ്റോക്ക് എൻട്രി, സബ് സ്റ്റോക്ക് എൻട്രി, ബ്രേക്കേജ് രജിസ്റ്റർ, അതല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് അൺസർവീസിയബിൾസ്, സർവേ റിപ്പോർട്ട് ഇൻ KFC 21, കണ്ടംനേഷൻ മീറ്റിംഗ്, ഓപ്ഷൻ ബാർ ടെൻഡർ, സാങ്ഷൻ ഫോർ ഡിസ്പോസൽ,
റിമൂവൽ ഫ്രം സ്റ്റോക്ക്. അത് ആ സ്റ്റെപ്പിൽ 1/2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും തെറ്റൂല. KFC ഫോമാണ് അത്. ഞാൻ സർക്കുലേറ്റ് ചെയ്ത് തരാം. KFC ഫോമിലുള്ള ഇത് സർക്കുലേറ്റ് ചെയ്ത് തരാം. ഒരു ഫോർമാറ്റ് ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടാവും? നമ്മളെ സാധനങ്ങൾ ഈ മറ്റേ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റിലുള്ള പീരീഡോ അതിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഹലോ, കേൾക്കില്ല, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കും. മെയിൻ്റെനൻസ് കോൺട്രാക്റ്റില് ഉള്ള സാധനങ്ങളെല്ലാം ആണോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കോൺട്രാക്ടോ? AMC ഉള്ള സാധനങ്ങളെല്ലാം ആണോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? AMC എങ്ങനെയുള്ള ബ്രേക്കേജ് ഉണ്ടോ? അതെ അങ്ങനെ വന്നാൽ അതെന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാവുകയില്ലേ എന്നുള്ള. അതെ, AMC ഉണ്ട് എന്നുള്ളത് AMCക്ക് വരുന്ന ടീം നമ്മള് വാങ്ങിച്ച ടീമോ അതല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ടീമോ ആയിരിക്കുമല്ലോ. അതെ, അവർക്ക് ഈ സാധനം കൂടി കുറഞ്ഞുള്ള റേറ്റ് കുറച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു ഉപകരണം നീക്കം ചെയ്തതിന്റെ ബാക്കി പൈസ കൊടുക്കാവുള്ളൂ. അത് കൂടി ഉൾപ്പെട്ട റേറ്റ് നേരത്തെ ഫിക്സ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കരുത്. ഇപ്പൊ ഒരു 40 എക്യുപ്മെന്റ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത്. അതിൽ 12 എണ്ണം കാലിബ്രേഷൻ ഉള്ളതാണ്. കാലിബ്രേഷൻ ഉള്ള 12 എണ്ണത്തില് ഒരു 6 എണ്ണം പൊട്ടി ഒടിഞ്ഞു പോയി ഉപയോഗരഹിതമായി. അവർക്കിട്ട് ചെയ്യാനും പറ്റില്ല. അവര് ഒരു ആനുവൽ മെയിൻ്റനൻസിന്റെ ലെവലിലുള്ള പരിപാടി ചെയ്തിട്ട് നന്നാക്കാനും പറ്റില്ല എന്ന് ഉറപ്പായ 6 എണ്ണം കുറച്ചിട്ട് ബാക്കിയുള്ളതിന് എത്രയാണോ തുക വരുന്നത് ആ തുക മാത്രം കൊടുക്കുക. അമിതമായിട്ട് കൊടുത്താല് നേരത്തെ ഉള്ള റേറ്റിന് കൊടുത്താല് നമുക്ക് ബാധ്യതയാവും. ശരി. പിന്നെ പറയും. അടുത്തതിന് നമ്മളെ ഈ കണ്ടംനേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയായിരുന്നു. അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നേരത്തെ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടാണ്. നേരത്തെ ഒരു 3 മണിക്കൂറൊക്കെ കിട്ടുകയാണെങ്കിൽ 2 കൂടി കൂട്ടി പറയായിരുന്നു നാളെ. അപ്പൊ അത്ര ടൈം കിട്ടിയില്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് ചെറിയ വിഷയങ്ങളെടുത്ത് ഇത്രയും ഇതാക്കുന്നതാണല്ലേ, കാരണം കറക്റ്റ് ആയിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും. അത് വിഭീഷ് പറഞ്ഞതാണ്. നമ്മൾ ഒരു ക്ലർക്കിന്റെ ബുദ്ധിയില്, ക്ലർക്കിന്റെ പ്രായോഗിക തലത്തില് ആണ് നമ്മൾ പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് നാളെ ഇതായിരിക്കും ഉപകാരം. നമ്മൾ റൂളിന്റെ അകത്തേക്ക് പരിധി പിടിച്ച് പോയിട്ട് ആ സമയം കളയാതെ അല്ലെ റെഫറൻസിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ തീരൂല. അപ്പൊ അത് ഡിലേ ആണ് വരിക. അതേപോലത്തെ ഒരു നമ്പറാണ് നേരത്തെ പറഞ്ഞത്. ഈ ഓപ്ഷൻ വരുന്നവര് ഒരു ടീമായിട്ട് വന്നിട്ട് ഉള്ളൊരു പരിപാടി പല സ്ഥലത്തും ചെറിയതായിട്ട്. അത് ഈ എന്താ കാര്യം എന്നറിയോ? ബിസിനസ്സുകാർക്ക് ബിസിനസ് താല്പര്യം, നമുക്ക് സർക്കാരിന്റെ താല്പര്യം, രണ്ടും നമ്മൾ ഒരിക്കലും ലിങ്ക് ആവില്ല. എത്രയൊക്കെ ആയാലും നമ്മൾ സർക്കാരിന്റെ ഭാഗം അഭിനയിക്കല്ലോ, നമ്മൾ അത് ഫലിപ്പിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ലിങ്ക് ആയിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ സർക്കാരിന്റെ റവന്യൂ ലോസ് ആണെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ലേലം നിർത്തിവെക്കുക. അതുകൊണ്ടാണ് ലേലത്തിന്റെ ടേംസിൽ നമുക്ക് ലേലം ഏത് സമയത്തും നിർത്തിവെക്കാൻ അധികാരമുണ്ട്, നിക്ഷിപ്തമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ലേലം അവിടെ നിർത്താം. 2ഓ 3ഓ തവണ ലേലം നടത്തിയിട്ട് ഇതേ അവസ്ഥ തന്നെ ആണെങ്കിൽ നമ്മൾ മേലധികാരിന്റെ സമ്മതം വാങ്ങിയിട്ട് ആ നിലയ്ക്ക് പോവാം. അപ്പൊ ഒന്നുകൂടി സുതാര്യമായി ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അത് ടെൻഡറിലേക്ക് മാറ്റാം. എമൗണ്ട് കുറവാണെങ്കിൽ ടെൻഡറിലേക്ക് മാറ്റാം. അപ്പൊ എന്നാ പിന്നെ കുറച്ചും കൂടി ആളങ്ങ് ഒഴിയുമല്ലോ. 2 ലേലത്തിൽ കിട്ടിയില്ല പിന്നെ ടെൻഡറിലേക്ക് മാറാം. ടെൻഡറിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടി ആൾ അതിനകത്ത് ഒഴിഞ്ഞിട്ട് അത് വരും. ഈ ടെൻഡറിലും ഓപ്ഷനിലൊക്കെ 2ൽ കൂടുതൽ ആള് വേണമെന്ന് നിർബന്ധമുണ്ടോ? ടെൻഡറിന് മിനിമം 2 എണ്ണം മതി. ഓപ്ഷന് മിനിമം 3 വേണം. കൊട്ടേഷൻ മിനിമം 3 വേണം. ശ്രദ്ധിക്കുക,
ടെൻഡർ 2 ആയാൽ നമുക്ക് നടപടി സ്വീകരിക്കാം. കൊട്ടേഷൻ 3 ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ പറ്റും. ഓപ്ഷന് 3 ഉണ്ടെങ്കിൽ നടപടിയാവുള്ളൂ. മിനിമം 3 പേര് വേണം. ഹലോ സാറേ, ഈ ടെൻഡർ ഫോമിന്റെ വില നിശ്ചയിക്കണതിന്റെ മാനദണ്ഡം ഒന്ന് പറയാം. ടെൻഡർ ഫോമിന്റെ വില നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാല് നമ്മള് അതിനകത്ത് ചെയ്യേണ്ട ഒരു കേസ് നമ്മുടെ ഇതില്ല, എന്താ പറയാ, ഇപ്പം 3/2013 ജിയോ ഇല്ലേ, സ്റ്റോർ പർച്ചേസ് മോഡിഫൈ ചെയ്ത അതല്ലെങ്കിൽ അമെൻഡ് ചെയ്ത റൂൾസ് ആണ്. സ്റ്റോർ പർച്ചേസ് മാനുവല് SPM അത് റിവൈസ് ചെയ്ത ജിയോ ആണ്. GOP 3/2013. ആ 3/2013 പറയുന്ന ടേംസ് അനുസരിച്ച് 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 0.2%, റൗണ്ടഡ് ടു നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 100, മിനിമം 400. അപ്പോ 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള അടങ്കൽ തുകയുള്ള ഒരു ടെൻഡർ ആണെങ്കിൽ ആ ടെൻഡർ ഫോം വെക്കുമ്പോൾ 400 രൂപയും GST ആണ്. മനസ്സിലാവുണ്ടോ? 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അടങ്കൽ തുക കണ്ട ഒരു ടെൻഡർ ആണെങ്കിൽ ആ ടെൻഡറിന്റെ ടെൻഡർ ഫോറം വിൽക്കുമ്പോൾ 0.2%, നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 100 എന്ന് വെച്ചാൽ മിനിമം 400 ആണ് ഫിക്സ് ചെയ്തത്. 400 കുറയാൻ പാടില്ല. അവിടുന്ന് അങ്ങോട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടിട്ട് കൂട്ടിക്കൊടുക്കണം. അതെ, GST നിൽക്കട്ടെ, ഞാൻ അടുത്ത പറയട്ടെ. ഇതിൽ മാക്സിമം 1500 പാടുള്ളൂ. ടെൻഡർ ഫോറത്തിന്റെ മിനിമം 400 മാക്സിമം 1500 ആണ്. അത് അവിടെ തീർന്നോ? മനസ്സിലായോ? 10 ലക്ഷം 1 ലക്ഷം മുതൽക്കാണ് നമ്മൾ ടെൻഡറിലേക്ക് പോകുന്നത്. 1 ലക്ഷം വരെ നമ്മള് കൊട്ടേഷൻ അല്ലേ. 1 ലക്ഷം മുതൽ നമ്മൾ ടെൻഡറിലേക്ക് കടക്കുമ്പോൾ 10 ലക്ഷം വരെയുള്ള അടങ്കൽ തുക അല്ലെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണെങ്കിൽ ആ കണ്ട കോസ്റ്റിന്റെ 0.2% എത്രയാണോ ആ തുകയാണ് ടെൻഡർ ഫോറത്തിന്റെ വിലയായി നിശ്ചയിക്കുക. അത് മിനിമം 400 ആയിരിക്കണം, മാക്സിമം 1500 കവിയാനും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതെ, GST 12%. GST 12%. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ടെൻഡർ ഫോറത്തിന് 50% ഓഫ് ദി ഒറിജിനൽ എന്ന് വെച്ചാൽ നേരത്തെ 400 ആണെങ്കിൽ ഇവിടെ 200 വാങ്ങണം പ്ലസ് GST. നമ്മൾ തരാൻ പോണ നോട്ടിലുണ്ട് കേട്ടോ, വിശദമായിട്ട് തരും. സാറ് ഇതിന്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ളത്, ഈ GSTന്റെ രജിസ്ട്രേഷൻ ഒരു വലിയൊരു പ്രശ്നമാണല്ലോ സാറേ സ്ഥാപനങ്ങൾക്ക്. അതിനെന്താ ചെയ്യാ? ആരാണിത് സംസാരിക്കുന്നത്? ഞാൻ കരുവേലിപ്പടിയിലെ നവാസ്. ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങള് ചേലക്കരയുള്ള അബ്ബാസ് ആണോ തോന്നി സൗണ്ട് കൊണ്ട്, അതുകൊണ്ട് നവാസ്. അതെ നവാസ്, അതിനകത്ത് നമ്മൾ സുവിധ കേന്ദ്ര എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് തുറന്നൊരു ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ നമ്മൾ ചെന്നിട്ട് നമുക്ക് ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാൻ നമ്പർ വേണം, സ്വന്തം സ്ഥാപനത്തിന് പാൻ നമ്പർ വേണം, അത് നമ്മൾ ഉണ്ടാക്കണം. ആ പാൻ നമ്പർ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സ്ഥാപനം എന്ന് തുടങ്ങിയ സർട്ടിഫിക്കറ്റ് വേണം. കിട്ടുമോ? ഇല്ല. കിട്ടണം. അപ്പൊ നമ്മള് പഞ്ചായത്തിലോ അതല്ലെങ്കിൽ വേറെ മുനിസിപ്പാലിറ്റിയിലോ ചെന്നിട്ട് ഈ സ്ഥാപനം ഏത് വർഷം ഉണ്ടായി എന്നുള്ളത് നോക്കണം. അപ്പൊ ഇത്ര വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് എഴുതിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഈ ഇപ്പോഴുള്ള സ്ഥാപനത്തിന്റെ മേധാവി ആരച്ചാൽ അവരുടെ ഫോട്ടോയും കൊടുക്കുക. അവരുടെ പാൻ നമ്പർ കൂട്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാൻ നമ്പർ കിട്ടും. ആ പാൻ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ സുവിധാ കേന്ദ്രത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ GST നമ്പർ കിട്ടും. GST എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെയിൽസ് ഇല്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സെയിൽസ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. GST നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ടാക്സ് പേയറുടെ റേറ്റ് നിലവിൽ ആ അവസ്ഥയിൽ എടുത്താൽ നമുക്ക് റിട്ടേൺ കൊടുക്കേണ്ടതില്ല. ടാക്സ് അസസർ ആയിട്ട് എടുത്താൽ നമ്മൾ റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ ഡെയിലി ഫൈനാണ്. ശ്രദ്ധിക്കുക. അങ്ങക്ക് ഏതാ ബാധകമാവുന്ന വെച്ചാൽ പോയിട്ട് ചെയ്യുക. ഈ സുവിധാ കേന്ദ്രത്തിൽ അപ്രോച്ച് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. അസസർ എന്ന് പറഞ്ഞാല് നമ്മള് മറ്റുള്ളവരിൽ നിന്ന് ഈടാക്കുന്ന ആളായിരിക്കും.
അസസർ ആകുമ്പോൾ. എന്നുവെച്ചാൽ ഇപ്പൊ ഈ കണ്ടാമിനേഷൻ നടന്നിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഇത്ര പെർസെന്റ് തന്നെ അവരോട് വാങ്ങിക്കും. മരം വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും, അപ്പൊ നമ്മൾ അസസറായി. നേരെ മറിച്ച് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നു മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പേയറായി, അങ്ങോട്ട് അടക്കുന്ന ആള് മാത്രമാണെങ്കിൽ. അപ്പൊ സെയിൽ അറൈസ് ചെയ്യുന്ന ആഫീസാണെങ്കിൽ മിക്കവാറും നന്നാവുന്ന രണ്ടാമത്തെ രീതിയായി ടാക്സ് അസസർ എന്നുള്ള എടുക്കുക. അതെടുത്താൽ ഒരു പ്രയാസം എന്താ വെച്ചാൽ മാസം മാസം റിട്ടേൺ കൊടുക്കണം. അതേ വലിയ ഹോസ്പിറ്റലിലെ അസസ്ഡ് സൈഡിലാണ് വരിക. അത് അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലത്, അസസറ ലെവലിൽ ചെയ്യാണ് നല്ലത്. അതെ അതെ, രണ്ടും കുടിക്കുന്നു. നെക്സ്റ്റ് എന്തെങ്കിലും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും സെയിൽസ് നടക്കുന്നില്ലോ സാർ. നമ്മുടെ സർവീസ് ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? അപ്പൊ പിന്നെ ഇത് സെയിൽസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ എങ്ങനെ വരും? അത് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസ് നടക്കുന്നില്ല നിങ്ങൾ എങ്ങനെ പറയും? ഒരു മെഡിക്കൽ കോളേജിന്റെ ഡെഡ് ബോഡി 30,000 റുപ്യക്ക് വിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ കേരളത്തിലല്ലേ PSC കളാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് എടുത്താൽ മതി, പിന്നെ ഇത് പേയർ മാത്രമായിട്ട് എടുത്താൽ മതി. നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അടക്കുന്നു, അത്രമാത്രം. ഇല്ലെങ്കിൽ എടുക്കാൻ പോകേണ്ട കാര്യമില്ല. ഹലോ, സാറ് പറഞ്ഞ പേയർ ആണെങ്കിൽ റിട്ടേൺ ഫയൽ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലേ? പേയർ ആണെങ്കിൽ അല്ല, അസസർ ആണെങ്കിൽ. അസസർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെയിൽസ് മാസാമാസം നടക്കേണ്ട ആ മാസം മാസം കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. പേയർ ആണെങ്കിൽ നമ്മളെ ടെൻഡർ ഫോം ഒക്കെ വെക്കണമെങ്കിൽ നമ്മള് GST കളക്ട് ചെയ്യണമല്ലോ. അപ്പൊ GST കളക്ട് ചെയ്യണം. അപ്പൊ അസസറാണ്. അതെ. അപ്പൊ അത് എന്താ കാര്യം തന്നെ, സ്ഥാപനത്തിന്റെ വലിപ്പച്ചെറുപ്പം പോലെ ഇരിക്കും അത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ സ്ഥാപനവും. പക്ഷെ അത് എക്കണോമിക്കലി ബാധ്യതയാവും. എന്താ വെച്ചാല് രജിസ്ട്രേഷൻ എടുത്താല് ഒരു നവംബർ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരൂലേ? അതെ, GST റൂളുമായിട്ട് നമ്മളത് വേറൊരു ടോപ്പിക്കാണ്. അത് ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് WNCയിൽ ചെയ്തിരുന്നു. അത്യാവശ്യം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ WNCയിലെ കാര്യമാണ്, കോഴിക്കോട് WNCയിൽ വിളിച്ചാൽ അതിനെ പറ്റി വിശദമായിട്ട് ഒന്നുകൂടി അറിയാൻ പറ്റും. ഞാൻ JS ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ 2 ക്ലർക്കുമാർ ഇരുന്നിട്ട് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു ബാങ്ക് അക്കൗണ്ടും കാര്യമൊക്കെ വേറെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ സെയിൽ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3-ൽ ഒരാൾ അത് അപ്ഡേഷൻ നടത്തും ചെയ്യും. അപ്പൊ അത് അങ്ങനെ തന്നെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ബാധ്യത ആവാതിരിക്കുള്ളൂ. അത് വളരെ കോഷ്യസ് ആയിട്ട് എടുക്കേണ്ട കേസാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഇൻകം ടാക്സിലും ഈ കാര്യത്തിലും യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാത്ത പരിപാടി. വെള്ളം ചേർക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായിട്ട് പോകേണ്ടതാണ്. പിന്നെ നമ്മൾ മാന്യമായിട്ട് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും റിട്ടേൺ കൊടുക്കുന്ന ആൾക്കാരാണ്. ചെറിയൊരു ഇൻസെന്റീവ് നമുക്ക് അതിന് റിട്ടേൺ വരുന്നുണ്ട്. അപ്പൊ സ്ഥാപനത്തിന് ചെറിയൊരു വരുമാനം ആവുകയിൽ ഉണ്ടാവും. അതെ, നമുക്ക് ഇനിയുള്ള സാഹചര്യത്തില് ഇന്ത്യ രാജ്യത്ത് അതല്ല വേൾഡ് വൈഡ് പിന്നെ ഒരു 80% കൺട്രീസിലും GSTക്ക് സമാനമായ നികുതി ഘടനയാണ് ഉള്ളത്. നമുക്ക് നേരത്തെ VAT ആയിരുന്നു, അതിന് മുമ്പേ GST CST എന്നുള്ള സംഭവമായിരുന്നു. ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാരുകൾ പരിഷ്കരിച്ച രീതിയിൽ ഓരോ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കും. അപ്പൊ അത് നമ്മൾ അതിന്റെ കൂടെ ജീവിച്ചു പോയേ പറ്റുള്ളൂ. ഇതിപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. നമ്മൾ വാങ്ങുന്ന സാധനം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സർവീസിനും കൂടി ടാക്സ് വരുന്നുണ്ട്. അപ്പൊ ഹലോ, ഈ ടോപ്പിക്കിന്റെ പുറത്താണ്. ഈ ടോപ്പിക്ക് GSTയിലെ മീറ്റിംഗിൽ ചോദിച്ചപ്പോഴും അവര് പറയുന്നത് ഗവൺമെന്റ് ചോദിച്ചവരല്ലേ, ഞങ്ങളൊരു ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ ഈ സ്ഥാപനം നടത്തുന്നത് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് GST കൗൺസിലിന് മുമ്പിൽ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഒരേപോലെയാണ്, അതുകൊണ്ട് എല്ലാവരും എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് DMO തലത്തിൽ എടുത്താൽ മതി ഒന്നും പറ്റില്ല, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തേ പറ്റുള്ളൂ എന്നാണ് അവര് പറയുന്നത്. അത് പിന്നെ വൈത്തിരിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതിന്റെ ക്ലാസ് വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഇങ്ങനെ നമുക്ക് GST നമ്പർ ഇല്ലാതെ എങ്ങനെ കൊണ്ടുപോയിട്ട് റെമിറ്റ് ചെയ്യാം. അപ്പൊ സെയിൽ ടാക്സുകാർ അന്ന് സ്വീകരിക്കുന്നില്ല, ട്രഷറിയും സ്വീകരിക്കുന്നില്ല.
അപ്പൊ നമുക്ക് പൈസ മേടിച്ചാൽ എന്താവും എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിന് വ്യക്തമായ മറുപടി അന്ന് പറയാൻ പറ്റിയില്ല. അവര് പറഞ്ഞു നിങ്ങൾ DMO എടുത്തോളൂ. അപ്പൊ DMOയിലേക്ക് നമ്മൾ 3 തവണ കത്ത് എഴുതിയിട്ട് DMOയിൽ ഇതിനെപ്പറ്റി നിർദ്ദേശമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ കത്ത് ഒരു മറുപടി ഇല്ലാതെ അവസാനിക്കണ്ടേ. അപ്പൊ സാഹചര്യം പോലെ ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ജനപ്രതിനിധികൾക്ക് ഇതിനെ കുറിച്ച് വലിയ അവഗാഹം ഇല്ലാന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് തലത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങള് ഈ GSTയുടെ പരിധിയിൽ വരും അവര് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യണത് പരിഗണിക്കേണ്ടതാണ്. അത് നമ്മൾ ഈ പറയും പോലെ ജനപ്രതിനിധിയെ നമുക്കൊരു പാലം പോലെ ഇതിനകത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. നമുക്ക് എന്താ കാര്യം KSMS അതല്ലെങ്കിൽ മറ്റ് മേജർ സംഘടനകളോ ഇടപെട്ടിട്ട് സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടുപോകുന്ന സർക്കാർ സെൻട്രലില് GST കൗൺസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഇത് പറയണം. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഇവിടുന്ന് നമ്മള് എല്ലാവരും കൂടി ജയ് വിളിച്ചുകൊണ്ടൊന്നും നടക്കാൻ പോണില്ല. മിനിസ്റ്റീരിയൽ അല്ല ഞാൻ പറഞ്ഞ ഈ പാർലമെന്ററി ലെവലില് അത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പാർലമെന്റ് നമ്മളെ പ്രതിനിധി ഇല്ലല്ലോ. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ശ്രദ്ധയിലൊരു അല്ല, ഞാൻ തമാശയാക്കിയതല്ല. നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. നമ്മൾ സിവിൽ സർവന്റ് ആണ്, മറ്റൊരു സേവകനാണ്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് പറ്റാവുന്ന മേഖലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം, മെയിൻ ഫ്രെയിമിലൂടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമായ KSMS മുഖേന നമുക്ക് പറയാം. അതേപോലെ അപ്പുറത്ത് മേജർ കാറ്റഗറിക്കാരെടുത്തും ഇത് പറയാം. അവര് എന്ത് ചെയ്യണം, സർക്കാർ തലത്തിൽ ഇങ്ങനെ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്നു, ആ കാര്യത്തിൽ എന്തെങ്കിലും ദേശീയ തലത്തിൽ തീരുമാനം ഉണ്ടാവണം എന്ന് പറയുമ്പോഴേ അത് നടക്കും. സാർ ഇപ്പൊ നമ്മള് ടാക്സ് പെയർ എന്നുള്ള ഇതിലാണ് GST ഉള്ളതെങ്കിൽ നമ്മളിപ്പോ CSCയില് ഒരു മരം ലേലം ചെയ്തു, അപ്പൊ നമ്മൾ GST കളക്ട് ചെയ്യുമല്ലോ, അതെന്ത് ചെയ്യും? GST കളക്ട് ചെയ്താൽ നിങ്ങൾ ടാക്സ് പെയർ എന്നുള്ള ലൈസൻസ് എടുത്തിട്ടാണ് അടക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, പാരന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ അത് നേരിട്ട് അടക്കാൻ പറ്റാത്തടത്തോളം നമ്മൾ തന്നെ കൊണ്ടുപോയി അടക്കേണ്ട സാഹചര്യമാണ്. DMOക്ക് കോമൺ ആയിട്ട് അക്കൗണ്ട് ഇല്ല. അതല്ലെങ്കിൽ നമ്മളെ ജില്ലയിലെ ഏതെങ്കിലും ഒരു അതോറിറ്റിക്കോ DHSനോ ഇല്ല. സെയിൽ നടക്കുന്നിടത്ത് അത് എറൈസ് ചെയ്യുന്നു, GST എറൈസ് ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. എന്ത് സർവീസ് ചെയ്താലും എന്ത് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിരിക്കണം. അതേപോലെ നമ്മൾ ടാക്സ് ഈടാക്കേണ്ടതാണ്, ഈടാക്കി വേണം. അപ്പൊ രണ്ടും കൂടി ഈടാക്കുന്ന ആളും അടക്കുന്ന ആളും രണ്ടും കൂടി ആകുമ്പോൾ അതിനനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കും വേണം. അതേ തരമുള്ളൂ. GST ഞാൻ പറഞ്ഞില്ലേ, നികുതി ഘടന പരിഷ്കരിക്കുമ്പോൾ അതിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനെ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന നികുതി ഘടന അതാണ്. പെട്രോളിയം ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ ഇതാണ് ബാധകം. ഹലോ, ഈ 2.5 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും നമ്മള് സെയിൽ ഉണ്ടെങ്കിലും മാത്രം എടുത്താൽ പോരെ GST? മതി 230. അത് 230ന്റെ പരിധിക്കകത്താണ് ഇത് പറയുന്നത്. നമുക്ക് സെയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ GST എങ്ങാനും കലക്ട് ചെയ്താൽ പിന്നെ അത് എവിടെ കൊണ്ട് റെമിറ്റ് ചെയ്യുക, അതാണ് ഇവരുടെ സംശയം. അവിടെയാണ് ഇതിന്റെ ഒരു പിടി കിട്ടാത്ത കാര്യം. ഒരാൾക്ക് ഇപ്പൊ ഒടിഞ്ഞു വീണ ഒരു മരത്തിന് ഫോറസ്റ്റുകാർ വില കെട്ടി തന്ന് വില കെട്ടിയ ആള് ആ വിലയ്ക്ക് തന്നെ എടുത്തു, അതിന്റെ ടാക്സും ഈടാക്കി കഴിഞ്ഞാൽ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാനുള്ള മാർഗമില്ല. അവിടെയാണ് നമ്മൾ നികുതിദായകരും നികുതി വാങ്ങുന്നവരുമായിട്ടുള്ള പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതൊരു കോമൺ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് സെക്രട്ടറി ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ തന്നെ നമ്മൾ ഇതേപോലെ GST ക്ലാസ്സിന് പോയപ്പോൾ ചോദിച്ചപ്പോൾ അത് ടാക്സുകാർ പറയുന്ന പറഞ്ഞ് നിർത്തിയതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞില്ല. കാരണം ഇതിന്റെ ടേംസ് പിന്നെ പ്രൊവിഷൻസ് ഒന്നും ഇപ്പോഴും ഈടാക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്കുള്ള പ്രയാസങ്ങളെ കാര്യം പറഞ്ഞില്ല. ഹലോ, നമ്മൾ അതിനനുസരിച്ച് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതിനാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യാം. റിട്ടേൺ വരുന്നത് നമുക്ക് ആ അക്കൗണ്ട് വന്ന് ചേരും ചെയ്യും, കൊടുക്കുന്നത് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതിനകത്തായി വിഭാവനം ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. GST റൂൾസിലെ നമ്മൾ ബാധകമായിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കേസും എല്ലാ സ്ഥാപനത്തിനും ബാധകമല്ല. അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ഫാക്ടറായിട്ട് എനിക്കെന്നല്ല വേറെ ആർക്കും പറയാൻ പറ്റില്ല.
നമ്മള് പഴയ ഗുമസ്തരല്ലാതെ അർത്ഥം. അതെ അതെ, പഴയ ഗുമസ്തരല്ല. നമ്മൾ ടെക്യുമാണ്, സെമി ടെക്യു. ഓക്കെ, നമ്മള് പഠിച്ചു വലിയ അതായത് GST-യുടെ മീറ്റിംഗാണ് ഓപ്പൺ ആയിട്ട് ചോദിച്ചത്. ഞാനൊരു ധർമാശുപത്രി അല്ലേ, പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കണേന്ന് ചോദിച്ചാൽ. അപ്പൊ അവർക്ക് പറയുന്നത് നിങ്ങൾ പറയുന്നത് കൺസെപ്റ്റ് ശരിയാണ്, GST-യുടെ മുമ്പിൽ അങ്ങനെ ഒരു ഇല്ലാതെ. വേറൊരു വിഷയമുണ്ട്. ഒരു സാധനം വാങ്ങുമ്പോ നമ്മൾ എത്രയോ 2% എന്തോ നമ്മള് വാങ്ങി വെക്കുന്നുണ്ട്, എന്നിട്ട് നമ്മളെ GST എടുത്തന്നെ അതിൽ അടയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാനൊരു സംഭവം എന്ന് വെച്ചാൽ മെന്റലിരിക്കുമ്പോ അത് സ്റ്റേറ്റിന്റെ അല്ലേ, അത് പുറമേന്ന് വാങ്ങിയത്, ഡൽഹിന്ന് വാങ്ങിയ സാധനത്തിനായിരുന്നു. ഞാനത് കൊണ്ടുപോയിട്ട് സ്റ്റേറ്റിന്റെ ഇതിൽ കൊണ്ട് അടച്ച് ആകെ പ്രശ്നമായി പോയി. അത് ഭയങ്കര പിന്നെ പ്രശ്നമാണ്. റീഫണ്ട് ചെയ്ത് കിട്ടിട്ടോ, ഇപ്പൊ ഈ അടുത്ത കിട്ടി. അമ്മോ, എഴുത്തുകുത്ത് ഭയങ്കരമായിട്ട് നടത്തണം, അതാ അവിടെ പ്രശ്നം. അത് നേരത്തെ ഹലോ ഈ GST ഒരു സംശയം, ഈ GSTക്ക് സ്പെഷ്യലായിട്ട് വേറൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണോ? ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ് നല്ലത്. അത് അതിനകത്ത് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇരുന്നാൽ നമുക്ക് അതിന്റെ അക്കൗണ്ടുകൾ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ഥാപനത്തിലൊരു NSME ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതുവഴിയാണ് സാധാരണ പൈസ ഇതൊക്കെ നടത്തുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ട് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ എടുക്കുക. അതിന്റെ ഡയറക്ഷൻ അങ്ങനെ ഉണ്ട്. യൂണിയൻ ബാങ്കിലാണ് കൂടുതലും സ്ഥാപനങ്ങൾ എടുത്ത്, യൂണിയൻ ബാങ്ക് അത് ഡീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോ നമ്മളെ തൊട്ടടുത്ത വേറെ ബ്രാഞ്ച് ഇല്ലെങ്കിൽ അടുത്ത വേറെ ഇതിലേക്ക് ഫെഡറൽ ബാങ്ക് എടുക്കുക. അത് ബാങ്കിങ് കാര്യം പറയുമ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കും നാഷണലൈസ്ഡ് ബാങ്കും വ്യത്യാസമുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവില്ല. നാഷണലൈസ്ഡ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അത് ശ്രദ്ധിച്ചിട്ട് ആണ് ചോദിച്ചിട്ട് ചെയ്യാം. അതെ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു കക്ഷിയായി മാറുന്നുള്ളത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു നയാ പൈസ അതിന് ചെലവില്ല. അത് നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് യാതൊരു തടസ്സമില്ല. ഏത് ഷെഡ്യൂൾഡ് നാഷണലൈസ്ഡ് ബാങ്ക് പോയാലും അവർ അനുവദിക്കും. ഷെഡ്യൂൾഡ് ബാങ്കിന്റെ കാര്യം ആലോചിച്ച് ചെയ്യണം. ഹലോ, നമുക്ക് ഇങ്ങനെ ഈ ബാങ്കിങ് പ്രൊസീജിയർ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടതാണ് കേട്ടോ. അത് നോട്ട് ഇഷ്യൂ GST അതിപ്പോഴും പൂർത്തിയാവാത്ത ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്. കാര്യം എന്താ വെച്ചാല്, ഒരു സുപ്രഭാതത്തിലല്ല ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കി, ഒരു രാത്രി സമയത്ത് പാസ്സാക്കി. ആ ഒരു ഇരുട്ടടച്ച ഒരു സാഹചര്യം അതിനകത്തുണ്ട്. കാര്യം ഇപ്പോഴും വ്യക്തത പല കാര്യത്തിലും ഇല്ല. അപ്പൊ അത് വ്യക്തത വേണം എന്നുള്ളത് നമുക്ക് ഗവൺമെന്റ് തലത്തിൽ കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് HMSക്ക് പറയാം, മറ്റു മേജർ സംഘടനക്ക് പറയാം. അത് പറഞ്ഞിട്ട് ധനകാര്യ മന്ത്രിമാരെ സമ്മേളനമാണല്ലോ GST കൗൺസിൽ, അതിനകത്ത് അത് വരട്ടെ. അപ്പൊ അത് ബാക്കി ക്ലാരിറ്റി ആയി വരും. മാർട്ടിൻ സാർ കാണുന്നില്ല. ആണോ? ദിതീഷ് ഉണ്ട്, വിഭീഷ് ഉണ്ട്, നവാസ് ഉണ്ട്, ഗോപൻ ഉണ്ട്, 58 അതേഴ്സ് ചാനൽ. ഗോപൻജി ഗോപൻ പോയ. ഡേവിഡ് ഉണ്ട്. സംശയമൊന്നുമില്ല സാറേ, എല്ലാം ആൻസർ ചെയ്തല്ലോ. സനല് ഏതായാലും ഒരു ഫീഡ്ബാക്ക് എടുക്കണേ. തീർച്ചയായിട്ടും സാറ് 100 മേലെ ആളായി കഴിഞ്ഞു. സാറിന്റെ 100 മേലെ ആള്, കണ്ടമാനം പേര് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പിന്നെ പ്രീമിയം എടുക്കണം. പ്രീമിയം എടുക്കണം. 100 കൂടുതൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രീമിയം അല്ല. വിഭീഷണൊക്കെ നമുക്ക് കൂട്ടാം. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ആലോചിക്കുന്നുണ്ട്. വിഭീഷണോട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ
വളരെ സംശയം കൂടി GST എടുക്കുമ്പോ അഡ്രസ് പ്രൂഫ് ചോദിക്കണ്ടല്ലോ, അതെന്താ കൊടുക്കുക? അഡ്രസ് പ്രൂഫ് എടുക്കുമ്പോ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. മുനിസിപ്പാലിറ്റിന്നോ കോർപ്പറേഷനോ ഏതാ ബന്ധപ്പെട്ട സ്ഥാപനം LSTD വെച്ചാൽ അവിടുന്ന് വാങ്ങിക്കാം. ഇന്ന ബിൽഡിംഗ് നമ്പറിൽ ഇന്ന വാർഡില് ഇന്ന സമയത്തായിട്ട് ഈ സ്ഥാപനം ഫങ്ഷനിങ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങും. കേൾക്കില്ലല്ലോ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തല്ലേ? അപ്പൊ ഈ സ്ഥാപനത്തിന്റെ എന്തോ ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്ത പീരീഡ് ഒക്കെ കാണിച്ചിരുന്നു. അത് നമ്മൾ MOP എന്ന് പറഞ്ഞാല് നമ്മള് MOPയിൽ ഉണ്ടാക്കിയേക്കേണ്ട കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിൽ നമ്മൾ പോകാത്തുണ്ട്. ഒരു സ്ഥാപനം ഫങ്ഷനിങ് ആയ ഒരു റിപ്പോർട്ട് ബുക്ക് വേണം, അത് നമ്മൾ എടുത്തില്ല. പിന്നെ അസറ്റ് രജിസ്റ്റർ വേണം, അത് നമ്മൾ എടുത്തില്ല. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്, അതില്ല. അതൊക്കെ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ. KFCയിൽ അത് പറയുന്നുണ്ട്, ഓരോ രജിസ്റ്ററിന്റെയും ഫോർമാറ്റുകൾ. KFC വോളിയം 2 ഓരോന്നിന്റെയും ഫോർമാറ്റ് ഉണ്ട്, അതെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ? അതാണ് അവിടെയാണ് തെറ്റ്. ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞാല് പൗരന് വേണ്ടി ഏതാനും പൗരന്മാര് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ഫംഗ്ഷൻ. ഒരാൾ എന്നുള്ള ലെവലിലല്ല. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഇല്ല. ഓക്കെ, നമ്മൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങി ഇയർ അന്വേഷിച്ച് കിടക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കാലത്തിനനുസരിച്ച് മാറാലോ. കാലത്തിനനുസരിച്ച് മാറാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോ നമ്മളിപ്പോ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഏത് കാലത്താ തുടങ്ങിയത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പാർലമെന്റുകളുടെ മാതാവ് എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനിലെ സംവിധാനങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ചു വരുന്നത്. നമുക്കിവിടെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ കോപ്പി അടിച്ചു. അതേപോലെ ഒരു കോപ്പി എപ്പോഴും ഉണ്ടായിരിക്കുമ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഉണ്ടാക്കുന്നത് പല രാജ്യങ്ങളുടെ ഭരണഘടന നോക്കിയിട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് സംഭാവന ചെയ്തില്ല. മറ്റു രാജ്യങ്ങളും ഏതാണ്ട് അങ്ങനെ തന്നെ. ശരിക്കും ഓരോ സ്ഥാപനത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്ന് മുതൽ ആരംഭിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടാവണോ ശരിക്കും? അതിലെ ഒരു ഫീഡ്ബാക്ക് പ്രശ്നം. അതെ, അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ ബേസ് ലൈൻ ഇൻഫർമേഷൻ ഡാറ്റ അങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുക. അത് ഒരു പുസ്തകത്തിന്റെ അകത്തോ മറ്റോ ശേഖരിക്കുക. നെയിം ഓഫ് ഡിസ്ട്രിക്ട്, നെയിം ഓഫ് താലൂക്ക്, നെയിം ഓഫ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏതാന്ന് വെച്ചാൽ, വാർഡ് നമ്പർ, പിന്നെ പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എടുത്തതുണ്ടാവും. അത് വേണമെങ്കിൽ അതെ 1903 എങ്ങാണ്ടുണ്ടായ സ്ഥാപനമാണ് WNC കോഴിക്കോട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആർക്കൈവ്സിൽ പോയിട്ട് കളക്ട് ചെയ്തു. അവര് ചോദിച്ച കാര്യം എന്താ അറിയോ? ആ ഭൂമി രജിസ്റ്റർ ചെയ്ത ആധാരമായിരുന്നു ചോദിച്ചു. ഡൽഹിയിൽ നിന്ന് വന്ന ടീം അന്നത്തെ ആധാരം. അപ്പൊ അത് നോക്കുമ്പോ നല്ല രസമുണ്ട്. ഭൂമി ആധാരം വിഷയമാണ് സാറേ. കാരണം ഭൂമി ആധാരം ഇപ്പം ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഐസൊലേഷൻ വാർഡ് പണിയാൻ വേണ്ടിയിട്ട് ഈ ലാൻഡ് ആൻഡ് സ്കെച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഭൂമിയുടെ ആധാരം ശരിക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ്. ശരിക്കും ഡയറക്ടറുടെ പേരിലാണെങ്കിലല്ലേ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിനെ ഒരു കാര്യം എന്താ പറയാ മാഡം, നമ്മൾ ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ വ്യക്തത കുറവ് കൊണ്ട് വന്നൊരു കാര്യമാണ്. ഇത് ജനപ്രതിനിധികൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് എന്തെങ്കിലും സ്കീം നടപ്പാക്കുന്നതിനെ പറ്റി വിവരം കിട്ടുമ്പോൾ നേരെ അവർ ലോക്കൽ ബോഡിയിൽ വിളിച്ചു പറയും. ലോക്കൽ ബോഡി പോയിട്ട് ഭൂമി അക്വയർ ചെയ്തിട്ട് അവിടുത്തെ സെക്രട്ടറിയുടെ പേർക്ക് അത് സർക്കാരിൻ്റെതാക്കി മാറ്റി വെക്കും. പിന്നെ അതിന്മേൽ ബാക്കി കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വേർതിരിവ് അതിനകത്ത് ഉണ്ടാവില്ല.
ശരിക്കും അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതോട് കൂടി നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഈ സാധനങ്ങളും കൂടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലെങ്കിലും ആർക്കൈവ്സിൽ പോവാ. റീജിയണൽ ആർക്കൈവ്സ് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ അവിടെ നിന്ന് ഈ കാര്യം കിട്ടും. അത് മിക്കവാറും കൈയെഴുത്ത് പ്രതിയൊക്കെ ഉണ്ടാവുള്ളൂ, സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കില്ല. അന്നത്തെ കൈപ്പടയിൽ എഴുതിയ സംഭവം ഉണ്ടാവും, അത് എടുത്തിട്ട് തരും. അത് പ്രിസർവ് ചെയ്ത് വെച്ചാൽ മതി. അത് വാലിഡാണ്. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ നിന്ന് നമുക്ക് DHSന്റെ പേരിലാക്കിയത് കിട്ടുമോ? അത് മാറ്റി കിട്ടാനുള്ള ഇനി അതിൽ ആക്ഷൻ എടുക്കേണ്ട പഞ്ചായത്താണ്, ലോക്കൽ ബോഡി. അതെ, ലോക്കൽ ബോഡിയിൽ നമ്മൾ കത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഡയറക്ടറേറ്റിൽ പോയിട്ട് അത് കൈ ഒഴിയലായിട്ട് അങ്ങനെ ആക്കി ഗവൺമെന്റ് ഉത്തരവാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, അത് വേണം. കാര്യം എന്താണെന്നറിയോ, ഈ ലോക്കൽ ബോഡിയിൽ ഇരിക്കുന്ന സെക്രട്ടറിക്ക് അതിനുള്ള അവകാശം ഇല്ല, അധികാരമില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്കൊരു റിലിംഗ്വിഷ്മെന്റ് ടേക്കൺ പ്ലേസ് ആവുമ്പോൾ അവർക്കുള്ള അവകാശം പരിച്ഛേദം തീർന്നു പോയി എന്നാണ് പറയുന്നത്. അത് ഇനിയൊരു അവകാശം ഉന്നയിക്കാനില്ലാത്ത ആൾക്ക് തീർന്നു പോകാനാണ് പരിച്ഛേദം നടത്തുന്നത്. അത് അങ്ങനെയാവുമ്പോൾ ഒരു ഒഴിമുറി രജിസ്ട്രേഷൻ നടത്തണം. ആ രജിസ്ട്രേഷൻ നടത്താൻ കസ്റ്റോഡിയനായി ഇങ്ങേർക്ക് പറ്റില്ല, മേലേന്ന് സാങ്ഷൻ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആര് വെക്കും എന്നുള്ള കാര്യം അവിടെ ഒരു തർക്കം എറേസ് ചെയ്യും. അപ്പൊ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിപ്പം പഞ്ചായത്തിന്റെ അസറ്റിൽ കിടക്കുന്നുണ്ടാവില്ല. അപ്പൊ പഞ്ചായത്തിന്റെ അസറ്റിൽ കിടക്കുന്നുണ്ടാവും. അത് അവര് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ഡോക്യുമെന്റ് അവരെ കൈവശത്തിൽ ഇരിക്കുന്നില്ല. അവർക്ക് നമ്മൾ പറഞ്ഞ വായിക്കും ചിലപ്പോൾ അവരെന്നെ അറിയുന്നത്. അതെ, ഞാൻ കത്ത് കൊടുത്തപ്പോഴാണ് അവർ അറിയുന്നത് തന്നെ. അത് 90s മിക്കവാറും സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോ അന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ മിനിസ്ട്രിയിൽ എല്ലാ പഞ്ചായത്തിലും PSCകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിട്ടു. അപ്പോൾ ഓരോ PSCക്കും 1 ഏക്കർ സ്ഥലം വേണമെന്നാണ് അന്നത്തെ സർക്കാർ ഡയറക്ഷൻ. ആ 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അത് സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ ലോക്കൽ ബോഡിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ച ഒരുപാട് അനുഭവമുണ്ട്. നേരെ മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ഗവർണറുടെ പേരിൽ പോയതും. ഗവർണറുടെ പേരിലുള്ളത് മാറ്റേണ്ട കാര്യമില്ല, ഇതൊക്കെ മാറ്റണം. നീണ്ടുപോയി നമ്മൾ ഒരുപാട് മൾട്ടി ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. സബ്ജക്റ്റിന് വിട്ട് അല്ല, അത് അങ്ങനെ വേണം. നമ്മളൊക്കെ പടിയിറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വിട്ടുതരണോ? ഞങ്ങള് കോഴിക്കോട്ടുകാര് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ പോവാ. ഞങ്ങളിവിടെ ഇതെടുത്ത് കഴിഞ്ഞു. സാറിന് ഞങ്ങള് എറണാകുളം ദത്തെടുത്ത് കഴിഞ്ഞു. നമ്മള് സർവതന്ത്ര സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് തരാൻ പറ്റിയില്ല. നല്ല ക്ലാസ് ആണ്, എല്ലാരും പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സും. ഇപ്പൊ ഇതില് ഞാൻ പിന്നെ വേഗം വന്ന് ടൗണിൽ വേഗം വന്ന് കയറിയതാണ്. എന്തായാലും ഇതിപ്പോ എനിക്ക് ഓപ്ഷൻ നടത്താനുണ്ട് അവിടെ, അതുകൊണ്ടാണ് വേഗം കയറിയത്. ഓക്കെ, താങ്ക് യു അബ്ദുൽ സനൽജി, എല്ലാരും. ഈ ക്ലാസ് ഇപ്പോഴാണ് കയറാൻ കഴിയുന്നത്. നിങ്ങൾ കേട്ടെടുത്തോളം ഈ നല്ല ക്ലാസ്സാണ്. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാ ജില്ലക്കാരും സംഘടിപ്പിച്ചോളൂ. അതെ, നമ്മളെ ഈ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നമ്മൾ തന്നെ എക്യുപ്ഡ് ആക്കണം. അതല്ലെങ്കിൽ പറ്റില്ല. കാര്യം എന്താ വെച്ചാല് ട്രെയിനിങ് അതല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് കോഴ്സുകളൊക്കെ വളരെ വളരെ കുറഞ്ഞൊരു വിഭാഗമാണല്ലോ നമ്മള്. ഇപ്പം പിന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പണ്ട് ഇതൊന്നും എൻ്റെ ഒന്നും കാലഘട്ടത്തിലില്ല. അപ്പം നമ്മൾ പറയേണ്ടത് ഇതാണ്, ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡെസിഷൻസ് എന്ന് പറയണത്. എപ്പോഴും നമ്മൾ സ്വയം എക്യുപ്ഡ് ആവും, ആ ലെവലിലേക്ക് വരും. അപ്പൊ നമുക്കത് പറ്റും. നമുക്ക് ഭൂമിക്ക് മേലെ ആകാശത്തിന് താഴെ എന്തിനെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കുകൾ കിട്ടിയിട്ട് ഇങ്ങനെ വൈദ്യുതങ്ങൾ ചെലവാക്കാം. അപ്പൊ അത് നമ്മളെ കരിയറിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്റെ അഭിപ്രായം. ഞങ്ങൾ നോക്കിയിട്ടും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഓൺലൈനാണ് കുറച്ചുകൂടെ നല്ലത്. ഓഫ്ലൈനിൽ നമ്മൾ വരുമ്പോ എന്തോ ഒരു ക്ലാസ് കഴിഞ്ഞ് ബുദ്ധിമുട്ട്. ഓൺലൈൻ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ
പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്താനുള്ള പ്ലാൻ തന്നെയാണ്. എല്ലാ മാസം ഓരോ ക്ലാസ് എഴുതിയിരിക്കുന്നത്. സാറേ നമുക്ക് ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. സാറേ നവാസ് സാറേ ഒരു നന്ദി പറയാനാ. തീർച്ചയായിട്ടും സാറ് നന്നായിട്ട് ക്ലാസ് എടുത്ത് പ്രസന്റ് ചെയ്ത് നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് മനോഹരമായ ക്ലാസ് നടത്തിയ അബ്ദു സാറിന് ഈ KHSMSA എറണാകുളം ജില്ലാ കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.